റാണ പ്രതാപ് സാഗർ പ്രോജക്റ്റ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചമ്പൽ നദി, രാജസ്ഥാൻ. ചമ്പൽ നദിക്ക് കുറുകെ രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന റാണ പ്രതാപ് സാഗർ അണക്കെട്ട് ചമ്പൽ താഴ്വര പദ്ധതിയിലെ രണ്ടാമത്തെ അണക്കെട്ടാണ്. ഈ ജലവൈദ്യുത പദ്ധതി ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയ്ക്ക് സഹായകമാണ്. ഗാന്ധിസാഗർ പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചമ്പൽ നദി, മധ്യപ്രദേശ്. ഗാന്ധിസാഗർ പദ്ധതി ചമ്പൽ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മധ്യപ്രദേശ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണിത്. ഇത് പ്രദേശത്തിന്റെ ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും സഹായിക്കുന്നു. ശിവസമുദ്രം പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദി, കർണാടക. ശിവസമുദ്രം പദ്ധതി കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കർണാടക സംസ്ഥാനത്താണ്. 1902 ആരംഭിച്ച ഈ പദ്ധതി ഇന്ത്യയിലെ ആദ്യകാല പ്രധാന ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ്. ബാൻസാഗർ പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്? സോൺ നദി, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ബാൻസാഗർ പദ്ധതി സോൺ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ 3 സംസ്ഥാനങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിന്ന് ജലസേചനത്തിനും വൈദ്യുതിക്കും പ്രയോജനം ലഭിക്കുന്നു. പഞ്ചേത് അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്? ദാമോദർ നദി, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. പഞ്ചേത് അണക്കെട്ട് ദാമോദർ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദാമോദർ വാലി കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ പദ്ധതി ജാർഖണ്ഡിനും പശ്ചിമ ബംഗാളിനും ജലസേചനം, വൈദ്യുതി, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവ നൽകുന്നു. ശരാവതി പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശരാവതി നദി, കർണാടക. ശരാവതി പദ്ധതി കർണാടകയിലെ ശരാവതി നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിലെ പ്രധാന അണക്കെട്ടാണ് ലിംഗനമക്കി അണക്കെട്ട്. ഇത് പ്രധാനമായും ജലവൈദ്യുത ഉൽപ്പാദനത്തിനാണ് ഉപയോഗിക്കുന്നത്. ഹസ്ദേവ് ബാങ്കോ പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹസ്ദേവ് നദി, ഛത്തീസ്ഗഡ്. ഹസ്ദേവ് ബാങ്കോ പദ്ധതി ഛത്തീസ്ഗഡിലെ ഹസ്ദേവ് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പദ്ധതി ഹസ്ദേവ് നദീതടത്തിലെ ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ശാരദാ സഹായക പദ്ധതി ഏതൊക്കെ നദികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശാരദ, ഗോമതി, സായി നദികൾ, ഉത്തർപ്രദേശ്. ശാരദാ സഹായക പദ്ധതി ഉത്തർപ്രദേശിലെ ശാരദ, ഗോമതി, സായി നദികളെ ബന്ധിപ്പിക്കുന്നു. ഈ ബൃഹത്തായ പദ്ധതി ഉത്തർപ്രദേശിലെ കിഴക്കൻ ഭാഗങ്ങളിലെ കാർഷിക മേഖലയ്ക്ക് ജലസേചനം നൽകുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. നോസോളജി എന്നാൽ എന്ത്? ഇത് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. നോസോളജി എന്നത് രോഗങ്ങളുടെ വർഗീകരണം, അവയുടെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, വികസനം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്രശാഖയാണ്. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അത്യന്താപേക്ഷിതമായ വിവരങ്ങൾ ഇത് നൽകുന്നു. നോസ്റ്റോളജി എന്നാൽ എന്ത്? ഇത് വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. നോസ്റ്റോളജി എന്നത് വാർദ്ധക്യം, പ്രായമാകൽ പ്രക്രിയകൾ, അതുമായി ബന്ധപ്പെട്ട ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെയും അവസ്ഥകളെയും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ന്യൂമിസ്മാറ്റിക്സ് എന്നാൽ എന്ത്? ഇത് നാണയങ്ങൾ, കറൻസി, മെഡലുകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ന്യൂമിസ്മാറ്റിക്സ് എന്നത് നാണയങ്ങൾ, പേപ്പർ കറൻസി, മെഡലുകൾ എന്നിവയുടെ ചരിത്രം, ഉത്ഭവം, രൂപകൽപ്പന, സാമ്പത്തിക പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. പുരാവസ്തു ഗവേഷണത്തിലും ചരിത്രപഠനത്തിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒബ്സ്ട്രിക്സ് എന്നാൽ എന്ത്? ഇത് ഗർഭധാരണം, പ്രസവം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രസവ ശുശ്രൂഷയെക്കുറിച്ചുള്ള പഠനമാണ്. ഒബ്സ്ട്രിക്സ് എന്നത് വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. ഇത് ഗർഭധാരണം, പ്രസവം, പ്രസവാനന്തര കാലഘട്ടം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും കൈകാര്യം ചെയ്യുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യപരിരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇതിന് നിർണായക പങ്കുണ്ട്.
ഓഷ്യാനോഗ്രഫി എന്നാൽ എന്ത്? ഇത് സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഓഷ്യാനോഗ്രഫി എന്നത് സമുദ്രങ്ങളുടെ ഭൗതിക, രാസ, ജീവശാസ്ത്രപരമായ സവിശേഷതകളെയും അവയുടെ ഭൂമിശാസ്ത്രപരമായ രൂപകൽപ്പനകളെയും കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. സമുദ്രജലപ്രവാഹങ്ങൾ, സമുദ്രജീവികൾ, കടൽത്തീര രൂപീകരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഇതിൽ ഉൾപ്പെടുന്നു. ഓഡോന്റോളജി എന്നാൽ എന്ത്? ഇത് പല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ്. ഓഡോന്റോളജി എന്നത് പല്ലുകളുടെ ഘടന, വികാസം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. ദന്തവൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായ ഈ പഠനശാഖ ഫോറൻസിക് ഓഡോന്റോളജിയിലൂടെ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിലും വ്യക്തികളെ തിരിച്ചറിയുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈനോളജി എന്നാൽ എന്ത്? ഇത് വീഞ്ഞുകളെക്കുറിച്ചുള്ള പഠനമാണ്. ഈനോളജി എന്നത് വീഞ്ഞ് നിർമ്മാണം, അതിന്റെ ഗുണമേന്മ, രുചി, രാസഘടന എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. വീഞ്ഞ് വ്യവസായത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമേഖലയാണ്. ഇത് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഓൾഫാറ്റോളജി എന്നാൽ എന്ത്? ഇത് ഘ്രാണശക്തിയെക്കുറിച്ചുള്ള പഠനമാണ്. ഓൾഫാറ്റോളജി എന്നത് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ്, മണങ്ങൾ, അവ തലച്ചോറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. ജീവികളിൽ ആശയവിനിമയത്തിനും അപകടം തിരിച്ചറിയുന്നതിനും ഘ്രാണശക്തിക്ക് പ്രധാന പങ്കുണ്ട്. ഓംബ്രോളജി എന്നാൽ എന്ത്? ഇത് മഴയെക്കുറിച്ചുള്ള പഠനമാണ്. ഓംബ്രോളജി എന്നത് മഴയുടെ ഉത്ഭവം, വിതരണം, അളവ്, മഴയുടെ തരങ്ങൾ, കാലാവസ്ഥയിലെ അതിന്റെ സ്വാധീനം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. ഇത് ഹൈഡ്രോളജി, കാലാവസ്ഥാശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ശാഖയാണ്. ജലവിഭവ മാനേജ്മെന്റിന് ഇത് സഹായകമാണ്. ഓങ്കോളജി എന്നാൽ എന്ത്? ഇത് മുഴകളെക്കുറിച്ചുള്ള പഠനമാണ്. ഓങ്കോളജി എന്നത് ക്യാൻസർ ഉൾപ്പെടെയുള്ള മുഴകളുടെ ഉത്ഭവം, വികാസം, രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള വൈദ്യശാസ്ത്ര ശാഖയാണ്. കാൻസർ രോഗികളെ പരിചരിക്കുന്ന ഡോക്ടർമാരെ ഓങ്കോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. ഓണൈറോളജി എന്നാൽ എന്ത്? ഇത് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. ഓണൈറോളജി എന്നത് സ്വപ്നങ്ങളുടെ ശാരീരികവും മാനസികവുമായ വശങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. സ്വപ്നങ്ങളുടെ ഉത്ഭവം, അവയുടെ സ്വാധീനം, തലച്ചോറിലെ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പ്രധാന പഠനവിഷയങ്ങൾ. ഓണമാസിയോളജി എന്നാൽ എന്ത്? ഇത് നാമകരണത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആശയങ്ങളെ മുൻഗണന നൽകി പേരുകളെക്കുറിച്ച് പഠിക്കുന്നു. ഓണമാസിയോളജി എന്നത് ഒരു പ്രത്യേക ആശയം അല്ലെങ്കിൽ വസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ വാക്കുകളെക്കുറിച്ചുള്ള ഭാഷാശാസ്ത്ര പഠനമാണ്. ഇത് ആദ്യം ആശയത്തെയും പിന്നീട് അതിനെ സൂചിപ്പിക്കുന്ന പദങ്ങളെയും വിശകലനം ചെയ്യുന്നു. ഓണമാസ്റ്റിക്സ് എന്നാൽ എന്ത്? ഇത് ശരിയായ പേരുകളെക്കുറിച്ചുള്ള പഠനമാണ്. ഓണമാസ്റ്റിക്സ് എന്നത് വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും മറ്റ് കൃത്യമായ സത്തകളുടെയും പേരുകൾ, പ്രോപ്പർ നെയിമുകൾ, അവയുടെ ഉത്ഭവം, ചരിത്രം, ഉപയോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭാഷാശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. ഇത് ഓണമാസിയോളജിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ ആശയം ആദ്യം വരുന്നു. ഓണ്ടോളജി എന്നാൽ എന്ത്? ഇത് ശുദ്ധമായ അസ്തിത്വത്തെക്കുറിച്ചും വസ്തുക്കളുടെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള ശാസ്ത്രമാണ്. ഓണ്ടോളജി എന്നത് തത്വചിന്തയുടെ ഒരു ശാഖയാണ്. ഇത് അസ്തിത്വം, സത്ത, ആകൽ, യാഥാർത്ഥ്യം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. വസ്തുക്കൾക്ക് എന്ത് സ്വഭാവങ്ങളുണ്ട്, അവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനം ഇതിൽ ഉൾപ്പെടുന്നു. ഓളജി എന്നാൽ എന്ത്? ഇത് മുട്ടകളെക്കുറിച്ചുള്ള പഠനമാണ്. ഓളജി എന്നത് പക്ഷികളുടെ മുട്ടകൾ, അവയുടെ വലുപ്പം, ആകൃതി, നിറം, മുട്ടയിടുന്ന ശീലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. പക്ഷിശാസ്ത്രത്തിന്റെ ഒരു ഉപവിഭാഗമാണിത്. ഇത് പക്ഷിവർഗങ്ങളെ തിരിച്ചറിയാനും അവയുടെ പ്രത്യുത്പാദന രീതികളെക്കുറിച്ച് മനസ്സിലാക്കാനും സഹായിക്കുന്നു. ഒഫിയോളജി എന്നാൽ എന്ത്? പാമ്പുകളെക്കുറിച്ചുള്ള പഠനം. ഒഫിയോളജി എന്നത് ജന്തുശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. ഇത് പാമ്പുകളുടെ ശരീരഘടന, വർഗീകരണം, സ്വഭാവം, ആവാസവ്യവസ്ഥ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. പാമ്പുകടിയും അതിന്റെ ചികിത്സയും ഈ പഠനശാഖയിൽ പ്രധാനമാണ്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എന്നാണ് അവതരിപ്പിച്ചത്. 2024 ജൂലൈ 23.
2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2024 ജൂലൈ 23 ലോക്സഭയിൽ അവതരിപ്പിച്ചു. സാധാരണയായി ഫെബ്രുവരിയിൽ അവതരിപ്പിക്കാറുണ്ടെങ്കിലും പൊതുതിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഇത് ജൂലൈയിൽ അവതരിപ്പിച്ചത്. ബഡ്ജറ്റ് ഹൈലൈറ്റുകളിൽ സൂചിപ്പിച്ച പ്രകാരം ഇന്ത്യയുടെ ലക്ഷ്യമിടുന്ന പണപ്പെരുപ്പ നിരക്ക് എത്രയാണ്? 4%. ബഡ്ജറ്റ് ഹൈലൈറ്റുകളിൽ സൂചിപ്പിച്ച പ്രകാരം ഇന്ത്യയുടെ ലക്ഷ്യമിടുന്ന പണപ്പെരുപ്പ നിരക്ക് 4%. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള റിസർവ് ബാങ്കിന്റെയും സർക്കാരിന്റെയും നയങ്ങളിൽ ഇത് ഒരു പ്രധാന ഘടകമാണ്. ഇടക്കാല ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി ഊന്നൽ നൽകിയ 4 പ്രധാന വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ദരിദ്രർ, ഗരീബ്, സ്ത്രീകൾ, മഹിളായേൻ, യുവാക്കൾ, യുവ, കർഷകർ, അന്നദാത. ഇടക്കാല ബഡ്ജറ്റിൽ ദരിദ്രർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നീ 4 പ്രധാന വിഭാഗങ്ങൾക്ക് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഊന്നൽ നൽകി. ഈ വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിലൂടെയും ക്ഷേമത്തതിലൂടെയും സമഗ്രമായ വികസനം നേടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ വിദ്യാഭ്യാസം, തൊഴിൽ, നൈപുണ്യ വികസനം എന്നിവയ്ക്കായി എത്ര തുക അനുവദിച്ചു? 1.48 ലക്ഷം കോടി രൂപ. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ വിദ്യാഭ്യാസം, തൊഴിൽ, നൈപുണ്യ വികസനം എന്നീ മേഖലകൾക്കായി 1.48 ലക്ഷം കോടി രൂപ അനുവദിച്ചു. മനുഷ്യശേഷി വികസനത്തിനും യുവജനങ്ങളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഈ തുക വലിയ പ്രാധാന്യം നൽകുന്നു. 5 വർഷത്തിനിടെ 4.1 കോടി യുവജനങ്ങൾക്കായി അവസരങ്ങൾ ഒരുക്കുന്ന പ്രധാനമന്ത്രിയുടെ പാക്കേജിന്റെ കേന്ദ്ര വിഹിതം എത്രയാണ്? 2 ലക്ഷം കോടി. യുവജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഈ പാക്കേജ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന സാമ്പത്തിക മുൻഗണനകളിലൊന്നാണ്. നൈപുണ്യ വികസനം, സംരംഭകത്വം, തൊഴിലവസരങ്ങൾ എന്നിവയിലൂടെ യുവാക്കളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇത് രാജ്യത്തിന്റെ മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ബജറ്റിൽ വികസിത ഭാരതത്തിനായി എത്ര മുൻഗണനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്? 9. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായുള്ള നയപരമായ തീരുമാനങ്ങൾ ഈ മുൻഗണനകളിൽ ഉൾപ്പെടുന്നു. സാമ്പത്തിക വളർച്ച, സാമൂഹിക നീതി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ 9 മുൻഗണനകൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഭാവി വികസന പാതയെക്കുറിച്ചുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാട് ഇത് വ്യക്തമാക്കുന്നു. 2024 മുതൽ 25 വരെ സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി എത്ര തുക വകയിരുത്തി? 1.52 ലക്ഷം കോടി. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും കർഷകരുടെ ഉന്നമനത്തിനും ഈ വിഹിതം നിർണായകമാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഈ ഫണ്ട് സഹായിക്കുന്നു. ആധുനിക കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് ലക്ഷ്യമിടുന്നു. ബജറ്റ് നിർദ്ദേശങ്ങൾ പ്രകാരം എത്ര കർഷകരെ പ്രകൃതിദത്ത കൃഷിയിലേക്ക് മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്? 1 കോടി കർഷകർ. പരിസ്ഥിതി സൗഹൃദ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറച്ച് മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ജൈവവൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമാണ്. സുസ്ഥിരമായ കാർഷിക വികസനത്തിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണിത്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രകാരം എത്ര ജൈവ നിവേശക വിഭവ കേന്ദ്രങ്ങളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? 10,000 കേന്ദ്രങ്ങൾ. പ്രകൃതിദത്ത കൃഷിക്ക് ആവശ്യമായ ജൈവവളങ്ങളും മറ്റു ഉപാധികളും കർഷകർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ദൗത്യം. പ്രാദേശിക തലത്തിൽ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും ഇത് സഹായിക്കും. ഈ സംരംഭം രാജ്യത്തുടനീളം ജൈവകൃഷി വ്യാപിപ്പിക്കുന്നതിന് വലിയ സംഭാവന നൽകും. പുതിയ കേന്ദ്രാവിഷ്കൃത നൈപുണ്യ വികസന പരിപാടി പ്രകാരം 5 വർഷത്തിനിടെ എത്ര യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകാനാണ് ലക്ഷ്യമിടുന്നത്? 20 ലക്ഷം യുവജനങ്ങൾ. തൊഴിൽ വിപണിയിലെ ആവശ്യകതകൾക്ക് അനുസരിച്ച് യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ തൊഴിലാളികളെ ഒരുക്കുകയും യുവജനങ്ങളുടെ സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയും ചെയ്യും. സ്കിൽ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളുടെ തുടർച്ചയാണിത്. മോഡൽ സ്കിൽ ലോൺ സ്കീം പ്രകാരമുള്ള പുതുക്കിയ വായ്പാ പരിധി എത്രയാണ്?
7.5 ലക്ഷം രൂപ വരെ. നൈപുണ്യ വികസന കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനാണ് ഈ പദ്ധതി. വർദ്ധിച്ച വായ്പാ പരിധി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാവുകയും ഗുണമേന്മയുള്ള പരിശീലനം നേടാൻ അവരെ സഹായിക്കുകയും ചെയ്യും. ഇത് രാജ്യത്തെ തൊഴിൽ ശക്തിയുടെ നിലവാരം ഉയർത്താൻ സഹായിക്കും. പലിശ സബ്സിഡിക്കുള്ള ഈ വൗച്ചറുകളോട് കൂടിയ ഉന്നത വിദ്യാഭ്യാസ വായ്പകൾക്ക് പരമാവധി എത്ര സാമ്പത്തിക സഹായം എത്ര വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ലഭ്യമാക്കും? പ്രതിവർഷം 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 10 ലക്ഷം രൂപ വരെ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ഇത് ഒരു വലിയ സഹായമാണ്. പലിശ സബ്സിഡി അവരുടെ ഭാരം കുറയ്ക്കുകയും കൂടുതൽ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഇത് വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കാനും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും സഹായിക്കും. നിമറ്റോഡ് ഫൈലത്തിലെ ജീവികൾ എങ്ങനെയാണ് മാലിന്യം പുറന്തള്ളുന്നത്? നിമറ്റോഡുകളിൽ മാലിന്യം പുറന്തള്ളുന്നത് പ്രോട്ടോനെഫ്രീഡിയ വഴിയാണ്. നിമറ്റോഡുകളിൽ പ്രോട്ടോനെഫ്രീഡിയ എന്ന പ്രാകൃതിക വിസർജന അവയവത്തിലൂടെയാണ് മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നത്. ഇവയ്ക്ക് യഥാർത്ഥ വൃക്കകളില്ലാത്തതിനാൽ ശരീരത്തിലെ ദ്രാവകങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പ്രോട്ടോനെഫ്രീഡിയ സഹായിക്കുന്നു. നിമറ്റോഡുകളുടെ പൊതുവായ പ്രത്യുത്പാദന സവിശേഷത എന്താണ്? അവ സാധാരണയായി ലിംഗവ്യത്യാസമുള്ള ഏകലിംഗ ജീവികളാണ്. നിമറ്റോഡുകൾ സാധാരണയായി ഏകലിംഗ ജീവികളാണ്, അതായത് ആൺ പെൺ ജീവികൾക്ക് വ്യത്യസ്ത ശരീരഘടനകളുണ്ടായിരിക്കും. ലൈംഗിക ദ്വിരൂപത ഇത് പ്രത്യുൽപാദനത്തിൽ പങ്കാളികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാധാരണയായി പിൻവേം അഥവാ ത്രെഡ്വേം എന്ന് അറിയപ്പെടുന്ന നിമറ്റോഡ് ജീവി ഏതാണ്? ഇത് പ്രധാനമായും എവിടെയാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ കാണപ്പെടുന്നത്? എൻഗ്രോബിയസ് പിൻവേം അഥവാ ത്രെഡ്വേം പ്രധാനമായും കൊച്ചുകുട്ടികളുടെ മലദ്വാരത്തിലാണ് കാണപ്പെടുന്നത്. എൻഗ്രോബിയസ് വെർമിക്യുലാരിസ് എന്ന നിമറ്റോഡ് പിൻവേം അഥവാ ത്രെഡ്വേം എന്നറിയപ്പെടുന്നു. ഇത് പ്രധാനമായും കൊച്ചുകുട്ടികളുടെ മലദ്വാരത്തിൽ കാണപ്പെടുകയും ഉറക്കമില്ലായ്മയ്ക്കും ചൊറിച്ചിലിനും കാരണമാകുകയും ചെയ്യും. ശുചിത്വക്കുറവ് ഇതിന്റെ വ്യാപനത്തിന് പ്രധാന കാരണമാണ്. നിമറ്റോഡ് ഫൈലത്തിൽപ്പെട്ട ജീവികൾക്ക് ഉദാഹരണങ്ങൾ നൽകുക. റൗണ്ട്വേമുകൾ അസ്കാരിസ്, ത്രെഡ്വേം, വുച്ചറേറിയ എന്നിവയാണ്. അസ്കാരിസ്, റൗണ്ട്വേം, എൻഗ്രോബിയസ്, ത്രെഡ്വേം, വുച്ചറേറിയ, ഫിലേറിയൽ വേം എന്നിവ നിമറ്റോഡ ഫൈലത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട വിരകളാണ്. ഇവ മനുഷ്യരിൽ വിവിധതരം രോഗങ്ങൾക്ക് കാരണമാകുന്ന പരാന്നഭോജികളാണ്. അനലിഡ ഫൈലത്തിലെ ജീവികളുടെ ശരീരഘടന വിവരിക്കുക. അവയുടെ ശരീരം നീണ്ടതും നേർത്തതും ദ്വിപാർശ്വ സമമിതി ഉള്ളതും വ്യക്തമായി ഖണ്ഡങ്ങളായി തിരിച്ചിട്ടുള്ളതും യഥാർത്ഥ സീലോം ഉള്ളതുമാണ്. അനലിഡ ഫൈലത്തിലെ ജീവികൾക്ക്, ഉദാഹരണത്തിന് മണ്ണിര, നീണ്ടതും നേർത്തതും ദ്വിപാർശ്വ സമമിതി ഉള്ളതുമായ ശരീരഘടനയാണുള്ളത്. ഇവയുടെ ശരീരം ബാഹ്യമായും ആന്തരികമായും ഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ യഥാർത്ഥ ശരീര അറ, ട്രൂ സീലോം ഇവയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. അനലിഡുകൾ പ്രധാനമായും എങ്ങനെയാണ് ചലനം സാധ്യമാക്കുന്നത്? ചലനം പ്രധാനമായും കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ച സെറ്റെ വഴിയാണ്. അനലിഡുകളിൽ ചലനത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് കൈറ്റൻ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച ചെറിയ രോമതുല്യമായ അവയവങ്ങളായ സേറ്റെ ആണ്. ഇത് നിലത്തു പിടിച്ചു നിൽക്കാനും ഇഴഞ്ഞു നീങ്ങാനും സഹായിക്കുന്നു. അനലിഡുകളുടെ ദഹനവ്യവസ്ഥ വിവരിക്കുക. അനലിഡുകളിൽ നന്നായി വികസിപ്പിച്ചെടുത്തതും പൂർണ്ണവുമായ ദഹനവ്യവസ്ഥ കാണപ്പെടുന്നു. അനലിഡുകൾക്ക് വായ മുതൽ മലദ്വാരം വരെ നീളുന്ന ഒരു പൂർണ്ണമായ ദഹനവ്യവസ്ഥയുണ്ട്. ഇത് ഭക്ഷണം സ്വീകരിക്കുന്നതിനും ദഹിപ്പിക്കുന്നതിനും പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും സഹായിക്കുന്നു. ഇവയുടെ ദഹനവ്യവസ്ഥ മറ്റ് ലളിതമായ ജീവികളുടേതിനേക്കാൾ കൂടുതൽ വികസിതമാണ്. അനലിഡുകൾ സാധാരണയായി എങ്ങനെയാണ് ശ്വസിക്കുന്നത്? ശ്വാസമെടുപ്പ് സാധാരണയായി ചർമ്മത്തിലൂടെയും ചിലതിൽ ചെകിളകളിലൂടെയുമാണ്. അനലിഡുകൾ പ്രധാനമായും അവയുടെ നനഞ്ഞ ചർമ്മത്തിലൂടെയാണ് ശ്വസിക്കുന്നത്. ക്യൂട്ടേനിയസ് ശ്വാസം ഈർപ്പമുള്ള ചർമ്മം ഓക്സിജൻ ആഗിരണം ചെയ്യാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാനും സഹായിക്കുന്നു. ചില ജല അനലിഡുകളിൽ ചെകിളകളും ശ്വാസമെടുപ്പിനായി ഉപയോഗിക്കുന്നു. അനലിഡുകളുടെ രക്തചംക്രമണ വ്യവസ്ഥയിൽ ഹീമോഗ്ലോബിൻ എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഹീമോഗ്ലോബിൻ പ്ലാസ്മയിൽ ലയിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. അനലിഡുകളുടെ രക്തചംക്രമണ വ്യവസ്ഥയിൽ ഹീമോഗ്ലോബിൻ ചുവന്ന രക്താണുക്കളിൽ എന്നതിലുപരി രക്തത്തിലെ പ്ലാസ്മയിൽ നേരിട്ട് ലയിച്ച നിലയിലാണ് കാണപ്പെടുന്നത്.
ഇത് ശരീരത്തിലുടനീളം ഓക്സിജൻ എത്തിക്കുന്നതിന് സഹായിക്കുന്നു. ഇത് അവയുടെ പരിണാമപരമായ ഒരു സവിശേഷതയാണ്. ലൈംഗികതയുടെ കാര്യത്തിൽ അനലിഡുകളുടെ പ്രത്യുത്പാദന സ്വഭാവസവിശേഷതകൾ വിവരിക്കുക. അനലിഡുകൾക്ക് മോണോസിയസ്, ഹെർമാഫ്രോഡൈറ്റിക് അല്ലെങ്കിൽ ഡയോസിയസ് പ്രത്യേക ലിംഗങ്ങളുള്ളവ ആകാം. അനലിഡുകൾക്ക് ഒരേ ജീവിയിൽ ആണും പെണ്ണും പ്രത്യുത്പാദന അവയവങ്ങൾ മോണോസിയസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ആൺ-പെൺ ജീവികൾ വെവ്വേറെ ഡയോസിയസ് ആകാം. ഈ വൈവിധ്യം അവയുടെ പരിസ്ഥിതികളോടും പ്രത്യുത്പാദന തന്ത്രങ്ങളോടും പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു. അനലിഡ് ഫൈലത്തിൽ ഉൾപ്പെടുന്ന ചില സാധാരണ ജീവികളുടെ പേരുകൾ പറയുക. മണ്ണിരകൾ, അട്ടകൾ, നെരിസ് എന്നിവ. മണ്ണിര, അട്ട, നെരിസ് തുടങ്ങിയ ജീവികൾ അനലിഡ ഫൈലത്തിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ശരീരത്തിൽ കണ്ടങ്ങളുള്ള വിരകളാണ്. മണ്ണ്, ശുദ്ധജലം, സമുദ്രം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. അനലിഡുകളുടെ സാധാരണ ആവാസവ്യവസ്ഥകൾ ഏവയാണ്? അവ ചലനത്തിനായി ഉപയോഗിക്കുന്ന ഘടനകൾ എന്തൊക്കെയാണ്? അനലിഡുകളെ ശുദ്ധജല കുളങ്ങൾ, തടാകങ്ങൾ, ചതുപ്പുകൾ എന്നിവിടങ്ങളിൽ കാണാം. അവ ചലനത്തിനായി സീറ്റകളോ പാരാപോഡിയകളോ ഉപയോഗിക്കുന്നു. അനലിഡുകൾക്ക് ശുദ്ധജല ആവാസവ്യവസ്ഥകളിലും ചിലപ്പോൾ കരയിലും ജീവിക്കാൻ കഴിയും. ചലനത്തിനായി അവ ശരീരത്തിലെ ചെറിയ ബ്രിസ്റ്റിലുകളായ സീറ്റകളെയും മണ്ണിരകളിൽ കാണുന്നു, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളായ പാരാപോഡിയകളെയും നെരിസ് പോലുള്ളവയിൽ കാണുന്നു ആശ്രയിക്കുന്നു. മൊളസ്ക ഫൈലത്തിലെ ജീവികളുടെ വൈവിധ്യമാർന്ന ആവാസവ്യവസ്ഥകൾ ഏവയാണ്? മിക്ക മൊളസ്കുകളും സമുദ്രജീവികളാണ്. ചിലത് ശുദ്ധജലത്തിലും ചിലത് ഈർപ്പമുള്ള മണ്ണിൽ കരയിലും വസിക്കുന്നു. മൊളസ്ക ഫൈലത്തിലെ ജീവികൾക്ക് വളരെ വൈവിധ്യമാർന്ന ആവാസവ്യവസ്ഥകളുണ്ട്. ഭൂരിഭാഗവും സമുദ്രങ്ങളിലാണ് കാണപ്പെടുന്നത്, എന്നാൽ ചില ഇനങ്ങൾ ശുദ്ധജലത്തിലും കരയിലെ ഈർപ്പമുള്ള മണ്ണിലും ജീവിക്കാൻ പരിണമിച്ചിട്ടുണ്ട്. മിക്ക ജലമൊളസ്കുകളും എങ്ങനെയാണ് ശ്വസിക്കുന്നത്? മൊളസ്കുകളിൽ സാധാരണയായി ഗില്ലുകളിലൂടെ, പ്രത്യേകിച്ച് സിറ്റനീഡിയയിലൂടെയാണ് ശ്വാസമെടുക്കുന്നത്. ജലത്തിൽ വസിക്കുന്ന മിക്ക മൊളസ്കുകളും സിറ്റനീഡിയ എന്ന പ്രത്യേകതരം ഗില്ലുകൾ ഉപയോഗിച്ചാണ് ശ്വാസമെടുക്കുന്നത്. ഈ ഗില്ലുകൾ ജലത്തിൽ നിന്ന് ഓക്സിജൻ ആഗിരണം ചെയ്യാൻ അവയെ സഹായിക്കുന്നു. മൊളസ്ക ഫൈലത്തിലെ ജീവികളിൽ ഒരു പുറംതോട് എപ്പോഴും കാണപ്പെടാറുണ്ടോ? അതെ, മൊളസ്ക ഫൈലത്തിലെ ജീവികളിൽ ഒരു പുറംതോട് എപ്പോഴും കാണപ്പെടുന്നു. ചിലതിൽ അത് ആന്തരികമോ ചുരുങ്ങിയതോ ആകാം. മൊളസ്കുകളുടെ ഒരു പ്രധാന സവിശേഷതയാണ് പുറംതോടിന്റെ സാന്നിധ്യം. ഇത് അവയുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു. ചില മൊളസ്കുകളിൽ ഇത് പുറത്ത് കാണാമെങ്കിലും കണവ പോലുള്ള ചില ജീവികളിൽ ഇത് ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയോ വളരെ ചെറുതാകുകയോ ചെയ്യാം. പല മൊളസ്കുകളുടെയും പ്രധാന ആഹാര അവയവം ഏതാണ്? രാഡുലയാണ് പ്രധാന ആഹാര അവയവം. മൊളസ്കുകളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം പല്ലുകളുള്ള നാടയാണ് രാഡുല. ഇത് ഭക്ഷണം ചുരണ്ടിയെടുക്കാനും കഷണങ്ങളാക്കാനും സഹായിക്കുന്നു. ഇത് ഒച്ചുകൾ, ഒക്ടോപ്പസുകൾ തുടങ്ങിയ പല മൊളസ്കുകളുടെയും ഭക്ഷണരീതിക്ക് അത്യന്താപേക്ഷിതമാണ്. ചില മൊളസ്കുകളുടെ രക്തത്തിന് അതിന്റെ പ്രത്യേക നിറം നൽകുന്നത് എന്താണ്? ആ നിറം ഏതാണ്? ഹീമോസയാനിൻ എന്ന പദാർത്ഥത്തിന്റെ സാന്നിധ്യം കാരണം രക്തം നിറമില്ലാത്തതോ നീലയോ ആകാം. മനുഷ്യരിലെ ഹീമോഗ്ലോബിൻ പോലെ ചില മൊളസ്കുകളുടെ രക്തത്തിൽ ഓക്സിജൻ വഹിക്കുന്ന പ്രോട്ടീൻ ഹീമോസയാനിനാണ്. ഇതിൽ ചെമ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ ഓക്സിജനുമായി ചേരുമ്പോൾ രക്തത്തിന് നീലനിറം ലഭിക്കുന്നു. അല്ലാത്തപക്ഷം ഇത് നിറമില്ലാത്തതായിരിക്കും. പല മൊളസ്കുകളിലെയും പ്രധാന വിസർജനാവയവം ഏതാണ്? ഈ ഫൈലത്തിലെ ചില ജീവികളുടെ ഉദാഹരണങ്ങൾ പറയുക. വിസർജനം മിക്കപ്പോഴും മെറ്റാനഫ്രീഡിയ വഴിയാണ് നടക്കുന്നത്. ഒച്ച്, ശംഖ്, നീരാളി എന്നിവ ഉദാഹരണങ്ങളാണ്. മൊളസ്കുകളിൽ മാലിന്യങ്ങളെ പുറന്തള്ളാൻ മെറ്റാനഫ്രീഡിയ എന്ന വൃക്ക പോലെയുള്ള അവയവങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഈ ഫൈലത്തിൽ ഒച്ച്, ശംഖ്, നീരാളി തുടങ്ങിയ നിരവധി വൈവിധ്യമാർന്ന ജീവികൾ ഉൾപ്പെടുന്നു. മൊളസ്കുകളിൽ മുത്ത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഒരു മൊളസ്കിന്റെ മാൻഡിലിനും പുറംതോടിനും ഇടയിലാണ് ഒരു മുത്ത് രൂപപ്പെടുന്നത്. ഒരു വിദേശവസ്തു, ഉദാഹരണത്തിന് ഒരു മണൽത്തരി, ഒരു മൊളസ്കിന്റെ പുറംതോടിനും മാൻഡിലിനും ഇടയിൽ കുടുങ്ങുമ്പോൾ അത് സ്വയം സംരക്ഷിക്കാൻ ആ വസ്തുവിന് ചുറ്റും നെക്കർ എന്ന പദാർത്ഥം പാളികളായി സ്രവിപ്പിക്കുന്നു. കാലക്രമേണ ഈ പാളികൾ അടിഞ്ഞുകൂടി ഒരു മുത്തായി മാറുന്നു. ആർത്രോപോഡ ഫൈലത്തിലെ ജീവികളുടെ ശരീരം സാധാരണയായി എത്ര പ്രധാന ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? ശരീരം സാധാരണയായി തല, ഉരസ്, ഉദരം എന്നിങ്ങനെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു.
ആർത്രോപോഡുകൾ അകശേരുകികളിലെ ഏറ്റവും വലിയ ഫൈലമാണ്. അവയുടെ ശരീരം തല, ഹെഡ്, ഉരസ്, thorax, ഉദരം, അബ്ഡമൻ എന്നിങ്ങനെ 3 ഭാഗങ്ങളായി വ്യക്തമായി വേർതിരിച്ചിരിക്കുന്നു. ഈ ശരീരഘടന അവയെ വ്യത്യസ്ത ആവാസവ്യവസ്ഥകളിൽ അതിജീവിക്കാൻ സഹായിക്കുന്നു. സയറിന്റെ പഴയ പേരെന്തായിരുന്നു? കോങ്കോ. മധ്യ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. 1971 മുതൽ 1997 വരെ ഈ രാജ്യം സൈർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണിത്. ഇസ്താംബൂളിന്റെ പഴയ പേരെന്തായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമാണ് ഇസ്താംബൂൾ. റോമൻ, ബൈസന്റൈൻ, ഓട്ടോമൻ സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനമായിരുന്ന ഇത് മുമ്പ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെട്ടിരുന്നു. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ നഗരമാണിത്. ധാക്കയുടെ പഴയ സ്പെല്ലിംഗ് എന്തായിരുന്നു? ധാക്ക. ധാക്ക ബംഗ്ലാദേശിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഈ നഗരം ധാക്ക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പേരുമാറ്റം നഗരത്തിന്റെ ചരിത്രപരമായ പരിണാമത്തെയും രാഷ്ട്രീയ മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇന്തോനേഷ്യയുടെ കൊളോണിയൽ പേര് എന്തായിരുന്നു? ഡച്ച് ഈസ്റ്റ് ഇൻഡീസ്. ഇന്തോനേഷ്യയെ 17-ാം നൂറ്റാണ്ട് മുതൽ 2-ാം ലോക മഹായുദ്ധം വരെ ഡച്ച് സാമ്രാജ്യം ഭരിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ രാജ്യം ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1949 ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. സുരിനാമിന്റെ പഴയ പേര് എന്തായിരുന്നു? ഡച്ച് ഗയാന. തെക്കേ അമേരിക്കയിലെ ഒരു രാജ്യമായ സുരിനാം 17-ാം നൂറ്റാണ്ട് മുതൽ 1975 സ്വാതന്ത്ര്യം നേടുന്നതുവരെ ഡച്ച് കോളനിയായിരുന്നു. ഡച്ച് ഗയാന എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഡച്ച് കൊളോണിയൽ ഭരണത്തിന്റെ ഭാഗമായിരുന്നു. ടോക്കിയോയുടെ പഴയ പേര് എന്തായിരുന്നു? എഡോ. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ മുമ്പ് എഡോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1603 മുതൽ 1868 വരെ ജപ്പാനെ ഭരിച്ചിരുന്ന ടൊകുഗാവ ഷോഗുനേറ്റിന്റെ ആസ്ഥാനമായിരുന്നു എഡോ. 1868 മെയ്ജി പുനഃസ്ഥാപനത്തിനുശേഷം ഇത് ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തുവാലുവിന്റെ പഴയ പേര് എന്തായിരുന്നു? എല്ലിസ് ദ്വീപുകൾ. പസഫിക് ദ്വീപ് രാജ്യമായ തുവാലു ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ കീഴിൽ എല്ലിസ് ദ്വീപുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1978 തുവാലു സ്വാതന്ത്ര്യം നേടുന്നതുവരെ ഈ പേര് നിലനിന്നു. തായ്വാന്റെ ചരിത്രപരമായ യൂറോപ്യൻ പേര് എന്തായിരുന്നു? ഫോർമോസ. പോർച്ചുഗീസ് നാവികർ 16-ാം നൂറ്റാണ്ടിൽ തായ്വാനെ ഇൽഹെ ഫോർമോസ, മനോഹരമായ ദ്വീപ് എന്ന് വിശേഷിപ്പിച്ചു. ഈ പേര് യൂറോപ്പിൽ തായ്വാന് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഗാനയുടെ കൊളോണിയൽ പേര് എന്തായിരുന്നു? ഗോൾഡ് കോസ്റ്റ്. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഗാന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ കീഴിൽ ഗോൾഡ് കോസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1957 സ്വാതന്ത്ര്യം നേടുന്നതുവരെ ഈ പേര് നിലനിന്നു. ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ഗാന. ഗ്രീൻലാൻഡിന്റെ തദ്ദേശീയ പേര് എന്താണ്? കലാഅല്ലിറ്റ് നുനാറ്റ്. ഗ്രീൻലാൻഡിന്റെ തദ്ദേശീയ ഭാഷയായ ഗ്രീൻലാൻഡിക് ഭാഷയിൽ ഈ പ്രദേശത്തിന്റെ പേര് കലാഅല്ലിറ്റ് നുനാറ്റ് എന്നാണ്. ഇതിനർത്ഥം കലാഅല്ലിറ്റ് ആളുകളുടെ നാട് എന്നാണ്. ഇത് അവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് ജനതയെ സൂചിപ്പിക്കുന്നു. സാധാരണയായി ഹോളണ്ട് എന്ന് അനൗപചാരികമായി വിളിക്കപ്പെടുന്ന രാജ്യത്തിന്റെ ശരിയായ പേര് എന്താണ്? നെതർലാൻഡ്സ്. ഹോളണ്ട് എന്നത് നെതർലാൻഡ്സിലെ 2 പ്രവിശ്യകളുടെ നോർത്ത് ഹോളണ്ടും സൗത്ത് ഹോളണ്ടും പേരാണ്. എന്നാൽ ഈ രാജ്യം മുഴുവൻ നെതർലാൻഡ്സ് എന്നാണ് ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ഖമർ റൂഷ് ഭരണകാലത്ത് കംബോഡിയയുടെ ഔദ്യോഗിക പേര് എന്തായിരുന്നു? കംബൂച്ചിയ. 1975 മുതൽ 1979 വരെ ഖമർ റൂഷ് ഭരണത്തിൻ കീഴിൽ കംബോഡിയയെ ഡെമോക്രാറ്റിക് കംബൂച്ചിയ എന്നാണ് ഔദ്യോഗികമായി അറിയപ്പെട്ടിരുന്നത്. ഈ കാലഘട്ടം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കാരണം ഭരണകൂടം വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി. കിൻഷാസയുടെ കൊളോണിയൽ പേര് എന്തായിരുന്നു? ലിയോപോൾഡ്വിൽ.
കിൻഷാസ, മുമ്പ് ലിയോപോൾഡ്വിൽ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ബെൽജിയൻ കൊളോണിയൽ ഭരണകാലത്ത് ഈ നഗരം ബെൽജിയത്തിലെ രാജാവായ ലിയോപോൾഡ് രണ്ടാമന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആധുനിക ഇറാഖിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും ഉൾക്കൊണ്ടിരുന്ന പുരാതന പ്രദേശം ഏതായിരുന്നു? മെസൊപ്പൊട്ടേമിയ. ടൈഗ്രിസ്, യൂഫ്രട്ടീസ് നദികൾക്കിടയിലുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശമായ മെസൊപ്പൊട്ടേമിയയാണ് മനുഷ്യ നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്നത്. സുമേറിയൻ, അക്കാഡിയൻ, ബാബിലോണിയൻ, അസീറിയൻ സംസ്കാരങ്ങൾ ഇവിടെയാണ് വികസിച്ചത്. പാകിസ്ഥാനിലെ ലാഹോറിന്റെ മുൻകാല പേര് എന്തായിരുന്നു? മഹമൂദപൂർ. ലാഹോർ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനവും രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവുമാണ്. വിവിധ കാലഘട്ടങ്ങളിൽ ഇതിന് വ്യത്യസ്ത പേരുകളുണ്ടായിരുന്നു. മഹമൂദപൂർ എന്നത് അതിന്റെ ഒരു മുൻകാല പേരാണ്. വാനുവാതുവിന്റെ കൊളോണിയൽ പേര് എന്തായിരുന്നു? ന്യൂ ഹെബ്രിഡ്സ്. തെക്കൻ പസഫിക്കിലെ ഒരു ദ്വീപ് രാജ്യമായ വാനുവാതു 1980-ൽ സ്വാതന്ത്ര്യം നേടുന്നതുവരെ ബ്രിട്ടീഷ് ഫ്രഞ്ച് സംയുക്ത ഭരണത്തിൻ കീഴിൽ ന്യൂ ഹെബ്രിഡ്സ് എന്നറിയപ്പെട്ടിരുന്നു. ജപ്പാന്റെ ജാപ്പനീസ് പേരെന്താണ്? നിപ്പോൺ. നിപ്പോൺ അല്ലെങ്കിൽ നിഹോൺ എന്ന വാക്കുകളാണ് ജപ്പാന്റെ സ്വന്തം പേരായി ഉപയോഗിക്കുന്നത്. ഇതിന് സൂര്യോദയത്തിന്റെ നാട് അല്ലെങ്കിൽ ഉദയസൂര്യന്റെ ഉത്ഭവം എന്നാണ് അർത്ഥമാക്കുന്നത്. മുകളിലെയും താഴത്തെയും കൈകാലുകളിലെ ഗിർഡിലുകൾക്ക് എന്താണ് പറയുന്നത്? മുകളിലെ കൈകാലുകളിലെ ഗിർഡിലിനെ പെക്ടോറൽ ഗിർഡിൽ എന്നും താഴത്തെ കൈകാലുകളിലെ ഗിർഡിലിനെ പെൽവിക് ഗിർഡിൽ എന്നും പറയുന്നു. പെക്ടോറൽ ഗിർഡിൽ കൈകളെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നു. ഇത് തോൾ അസ്ഥികളാൽ ക്ലാവക്കൽ ആൻഡ് സ്കാപ്യുല നിർമ്മിതമാണ്. പെൽവിക് ഗിർഡിൽ കാലുകളെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നു. ഇത് ഇടുപ്പെല്ലുകളാണ്, ഹിപ്പ് ബോൺസ്. മനുഷ്യന്റെ ശരീരചലനങ്ങൾക്ക് ഇവ രണ്ടും പ്രധാന പങ്ക് വഹിക്കുന്നു. ഹ്യൂമറസിനെയും ഫെമറിനെയും അക്ഷീയ അസ്ഥികൂടവുമായി യഥാക്രമം ബന്ധിപ്പിക്കുന്ന അസ്ഥികൾ ഏതാണ്? മുൻകൈയിലെ ഹ്യൂമറസ് പെക്ടോറൽ ഗിർഡിലുമായി ഘടിപ്പിച്ചിരിക്കുന്നു. പിന്നിലെ കാലിലെ ഫെമർ പെൽവിക് ഗിർഡിലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഹ്യൂമറസ് കൈയിലെ എല്ല്, സ്കാബുലയും ക്ലാവിക്കിളും ഉൾപ്പെടുന്ന പെക്ടോറൽ ഗിർഡിലുമായി ചേർന്നാണ് തോൾസന്ധി ഉണ്ടാക്കുന്നത്. ഫെമർ തുടയിലെ എല്ല്, ഇടുപ്പെല്ലുകളാൽ നിർമ്മിതമായ പെൽവിക് ഗിർഡിലുമായി ചേർന്നാണ് ഇടുപ്സന്ധി ഉണ്ടാക്കുന്നത്. ഈ ബന്ധനങ്ങൾ ശരീരത്തിന്റെ ഭാരം താങ്ങാനും ചലനങ്ങൾക്കും സഹായിക്കുന്നു. രക്തകോശ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അസ്ഥികൂട വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം എന്താണ്? അസ്ഥികൂട അസ്ഥികളുടെ മജ്ജയിലാണ് ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ രക്തകോശങ്ങളുണ്ടാകുന്ന പ്രധാന സ്ഥലമാണ് അസ്ഥിമജ്ജ, ബോൺ മാരോ. ചുവന്ന രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ്, വെളുത്ത രക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലേറ്റ്ലെറ്റ്സ് എന്നിവയെല്ലാം ഇവിടെയാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഹെമറ്റോബോയിസിസ്, ഹീമറ്റോപോയസിസ് എന്ന ഈ പ്രക്രിയ ശരീരത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അസ്ഥികളെ അസ്ഥികളോടും പേശികളെ അസ്ഥികളോടും യഥാക്രമം ബന്ധിപ്പിക്കുന്ന ഘടനകൾ ഏവ? ലിഗമെന്റുകൾ അസ്ഥികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുമ്പോൾ ടെൻഡനുകൾ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നു. ലിഗമെന്റുകളും ടെൻഡനുകളും കട്ടിയുള്ളതും ഇലാസ്തികതയില്ലാത്തതുമായ നാരുകളുള്ള കണക്റ്റീവ് ടിഷ്യൂകളാണ്. സന്ധികളിൽ അസ്ഥികളെ ഒരുമിച്ച് നിർത്താനും അവയുടെ ചലനം നിയന്ത്രിക്കാനും ലിഗമെന്റുകൾ സഹായിക്കുന്നു. പേശികളുടെ സങ്കോച ശക്തി അസ്ഥികളിലേക്ക് എത്തിച്ച് ചലനത്തിന് സഹായിക്കുന്നത് ടെൻഡനുകളാണ്. ചില മൃഗങ്ങളിൽ മെസോഗ്ലിയ പാളി എവിടെയാണ് കാണപ്പെടുന്നത്? എക്ടോഡെർമിനും എൻഡോഡെർമിനും ഇടയിൽ കാണപ്പെടുന്ന വിഭജിതമല്ലാത്ത ഒരു പാളിയാണ് മെസോഗ്ലിയ. ഹൈഡ്ര, ജെല്ലിഫിഷ് പോലുള്ള കോലൻഡറേറ്റുകളിലാണ് നൈഡേറിയൻസ് പ്രധാനമായും മെസോഗ്ലിയ കാണപ്പെടുന്നത്. ഇത് ഒരു ജെല്ലി പോലെയുള്ള കോശങ്ങളില്ലാത്ത പാളിയാണ്. ഇത് ശരീരത്തിന് ഘടനാപരമായ പിന്തുണ നൽകുകയും ജലത്തിൽ ഒഴുകി നടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ജീവികളിൽ ടിഷ്യൂ തലത്തിലുള്ള സംഘാടനം മാത്രമേ ഉള്ളൂ. ശ്വാസമെടുപ്പിന്റെ പ്രധാന ധർമ്മം എന്താണ്? ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വാസമെടുപ്പ്. ഗ്ലൂക്കോസ് ഓക്സിജനുമായി ചേർന്ന് ഊർജ്ജം, വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ പുറത്തുവിടുന്നത് ഇതിന് സഹായിക്കുന്നു. ശ്വാസമെടുപ്പ്, റെസ്പിറേഷൻ എന്നത് ജീവികൾക്ക് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ജൈവ പ്രക്രിയയാണ്. ഈ പ്രക്രിയയിലൂടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുകയും രാസപ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു.
ഇത് ആന്തരിക ശ്വാസമെടുപ്പ് സെല്യുലർ റെസ്പിറേഷൻ എന്നും ബാഹ്യ ശ്വാസമെടുപ്പ് ബ്രീതിംഗ് എന്നും രണ്ട് തലങ്ങളിൽ നടക്കുന്നു. മനുഷ്യന്റെ ശ്വാസമെടുപ്പ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന അവയവങ്ങൾ ഏവ? മനുഷ്യന്റെ ശ്വാസമെടുപ്പ് വ്യവസ്ഥയിൽ മൂക്കും മൂക്കിലെ പാതകളും ഫാരിങ്സ്, ലാറിങ്സ്, വോയിസ് ബോക്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോളുകൾ, ശ്വാസകോശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ശ്വാസമെടുപ്പ് വ്യവസ്ഥ ശരീരത്തിന് ഓക്സിജൻ നൽകുകയും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഈ അവയവങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് വായുവിനെ ശുദ്ധീകരിക്കുകയും ചൂടാക്കുകയും ഈർപ്പമുള്ളതാക്കുകയും പിന്നീട് ശ്വാസകോശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ വാതക കൈമാറ്റം നടക്കുന്നു. ലാറിങ്സ് ശബ്ദമുണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പൾമണറി ശ്വാസമെടുപ്പിന്റെ കേന്ദ്ര അവയവം ഏതാണ്? ശ്വാസകോശങ്ങൾ ലങ്സ്. പൾമണറി ശ്വാസമെടുപ്പ് എന്നാൽ ശ്വാസകോശങ്ങളിൽ നടക്കുന്ന വാതക കൈമാറ്റമാണ്. ഓക്സിജൻ വായു അറകളിൽ നിന്ന് രക്തത്തിലേക്കും കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ നിന്ന് വായു അറകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ലക്ഷക്കണക്കിന് അൽവിയോളുകൾ ആൽവിയോലായ് അടങ്ങിയ ശ്വാസകോശങ്ങളാണ് ഈ പ്രക്രിയയുടെ പ്രധാന കേന്ദ്രം. ശ്വാസനാളത്തിന്റെ പ്രധാന ധർമ്മം എന്താണ്? ശബ്ദം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ശ്വാസനാളത്തിന്റെ പ്രധാന ധർമ്മം. ശ്വാസനാളം ലാരങ്സ്, വോയിസ് ബോക്സ് എന്നും അറിയപ്പെടുന്നു. ശബ്ദ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒരു പ്രധാന അവയവമാണ്. ഇത് ശ്വാസകോശത്തിലേക്ക് വായു കടത്തിവിടുന്നതിനും ഭക്ഷണവും പാനീയങ്ങളും ശ്വാസനാളത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നതിനും സഹായിക്കുന്നു. ഭക്ഷണം വിഴുങ്ങുമ്പോൾ എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം എന്താണ്? ഭക്ഷണം വിഴുങ്ങുമ്പോൾ എപ്പിഗ്ലോട്ടിസ് ഒരു അടപ്പ് പോലെ ഗ്ലോട്ടിസിനെ അടച്ചു ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. എപ്പിഗ്ലോട്ടിസ് എന്നത് ശ്വാസനാളത്തിന്റെ പ്രവേശന കവാടത്തിന് മുകളിലുള്ള ഒരു ഫ്ലാപ്പ് പോലെയുള്ള തരുണാസ്ഥിയാണ്. ഭക്ഷണം വിഴുങ്ങുമ്പോൾ ഇത് ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം കടക്കുന്നത് തടയുന്നു, അങ്ങനെ ശ്വാസമുട്ടൽ ഒഴിവാക്കുന്നു. ശ്വാസനാളം നെഞ്ചെല്ലിലെത്തുമ്പോൾ എന്തിലേക്കാണ് വിഭജിക്കുന്നത്? ശ്വാസനാളം വലത്, ഇടത് പ്രൈമറി ബ്രോങ്കൈ, ബ്രോങ്കായ് എന്ന രണ്ട് ചെറിയ ശാഖകളായി വിഭജിക്കുന്നു. ശ്വാസകോശങ്ങളിലേക്ക് വായു എത്തിക്കുന്നതിനുള്ള പ്രധാന പാതയാണ് ശ്വാസനാളം. നെഞ്ചെല്ലിലെത്തുമ്പോൾ ഇത് രണ്ട് പ്രധാന ബ്രോങ്കസുകളായി ബ്രോങ്കായ് വിഭജിച്ച് ഓരോ ശ്വാസകോശത്തിലേക്കും പ്രവേശിക്കുന്നു. അവിടെ അവ കൂടുതൽ ചെറിയ ശ്വാസനാളികളായി വിഭജിക്കപ്പെടുന്നു. ശ്വാസകോശങ്ങളിൽ വാതക കൈമാറ്റം പ്രധാനമായും എവിടെയാണ് നടക്കുന്നത്? വാതക കൈമാറ്റം നടക്കുന്നത് ആൽവിയോളികളിലാണ് ആൽവിയോലായ്. ശ്വാസകോശത്തിലെ ചെറിയ വായു അറകളാണ് ആൽവിയോളികൾ. ഈ കുഞ്ഞൻ അറകളുടെ ഭിത്തികളിലൂടെയാണ് രക്തത്തിലേക്ക് ഓക്സിജൻ പ്രവേശിക്കുകയും രക്തത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത്. ശ്വാസമെടുപ്പ് പ്രക്രിയയെ വിഭജിക്കാവുന്ന 4 പ്രധാന വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? 4 വിഭാഗങ്ങൾ ഇവയാണ്: ബാഹ്യ ശ്വാസമെടുപ്പ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ, വാതകങ്ങളുടെ സംക്രമണം ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, ആന്തരിക ശ്വാസമെടുപ്പ് ഇന്റേണൽ റെസ്പിറേഷൻ, കോശശ്വാസമെടുപ്പ് സെല്യുലർ റെസ്പിറേഷൻ. ശ്വാസമെടുപ്പ് എന്നത് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു സങ്കീർണ പ്രക്രിയയാണ്. ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് ശരീരത്തിലെ ഓരോ കോശത്തിനും ഊർജ്ജം ലഭിക്കുന്നതിന് ആവശ്യമായ വാതക വിനിമയം നടക്കുന്നത്. ശ്വാസകോശങ്ങളിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് വാതകങ്ങളുടെ കൈമാറ്റത്തിന് കാരണമാകുന്നത് എന്താണ്? വാതകങ്ങളുടെ മർദ്ദത്തിലുള്ള വ്യത്യാസം കാരണമാണ് വാതക കൈമാറ്റം നടക്കുന്നത്. ശ്വാസകോശത്തിലെ ആൽവിയോളികളിലും രക്തത്തിലുമുള്ള വാതകങ്ങളുടെ ഭാഗിക മർദ്ദത്തിലെ വ്യത്യാസമാണ് വാതക കൈമാറ്റത്തിന്റെ പ്രധാന കാരണം. വാതകങ്ങൾ ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്തുനിന്ന് കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. രക്തത്തിൽ ഓക്സിജൻ സംവഹനത്തിന് കാരണമായ പദാർത്ഥം ഏതാണ്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്നത് ചുവന്ന രക്താണുക്കളിൽ കാണുന്ന ഇരുമ്പ് അടങ്ങിയ ഒരു പ്രോട്ടീനാണ്. ഓക്സിജനെ ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിലെ മറ്റു കോശങ്ങളിലേക്ക് എത്തിക്കുകയും കാർബൺ ഡയോക്സൈഡിനെ ശ്വാസകോശങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ധർമ്മം. രക്തത്തിൽ കാർബൺ ഡയോക്സൈഡ് സംവഹനം ചെയ്യുന്ന 3 പ്രധാന രീതികൾ ഏതെല്ലാമാണ്? കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിൽ ലയിച്ച രൂപത്തിൽ ഏകദേശം 7%, ബൈകാർബണേറ്റുകളുടെ രൂപത്തിൽ ഏകദേശം 70%, കാർബാമിനോ സംയുക്തങ്ങളായി കാർബാമിനോ ഹീമോഗ്ലോബിൻ ഏകദേശം 23% എന്നിവയാണ് പ്രധാനമായും സംവഹനം ചെയ്യപ്പെടുന്നത്.
കാർബൺ ഡയോക്സൈഡിനെ ശരീരകോശങ്ങളിൽ നിന്ന് ശ്വാസകോശങ്ങളിലേക്ക് എത്തിക്കുന്നതിന് 3 പ്രധാന മാർഗങ്ങളുണ്ട്. ബൈകാർബണേറ്റുകളായിട്ടാണ് ഇതിന്റെ ഭൂരിഭാഗവും, ഏകദേശം 70% വഹിക്കപ്പെടുന്നത്. ഇത് രക്തത്തിലെ pH നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആന്തരിക ശ്വാസമെടുപ്പ്, ഇന്റേണൽ റെസ്പിറേഷൻ എന്നാൽ എന്താണ്? ശരീരത്തിലെ രക്തത്തിനും ടിഷ്യൂ മെറ്റീരിയലിനും ഇടയിൽ നടക്കുന്ന വാതക കൈമാറ്റമാണ് ആന്തരിക ശ്വാസമെടുപ്പ്. ആന്തരിക ശ്വാസമെടുപ്പ് അല്ലെങ്കിൽ ടിഷ്യൂ ശ്വാസമെടുപ്പ് എന്നത് രക്തത്തിലെ ഓക്സിജൻ കോശങ്ങളിലേക്ക് പ്രവേശിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് രക്തത്തിലേക്ക് തിരികെ പ്രവേശിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ഇത് ശരീരകോശങ്ങൾക്ക് ഊർജ്ജമുത്പാദിപ്പിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉറപ്പാക്കുന്നു. കോശശ്വാസമെടുപ്പ്, സെല്ലുലർ റെസ്പിറേഷൻ എന്നാൽ എന്താണ്? കോശത്തിൽ ഓക്സിജന്റെ സഹായത്തോടെ ഗ്ലൂക്കോസ് ഓക്സീകരിക്കുന്ന പ്രക്രിയയാണ് കോശശ്വാസമെടുപ്പ്. ഇവിടെ ഗ്ലൂക്കോസിനെ കോശ ഇന്ധനം എന്ന് വിളിക്കുന്നു. കോശശ്വാസമെടുപ്പ് എന്നത് കോശങ്ങൾ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന സുപ്രധാന പ്രക്രിയയാണ്. ഈ പ്രക്രിയയിലൂടെ ഗ്ലൂക്കോസ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ വിഘടിച്ച് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് രൂപത്തിൽ ഊർജ്ജം പുറത്തുവിടുന്നു. കോശശ്വാസമെടുപ്പിന്റെ പ്രധാനപ്പെട്ട 2 തരങ്ങൾ ഏവ? പ്രധാനപ്പെട്ട 2 തരങ്ങൾ വായുരഹിത ശ്വാസമെടുപ്പും അനേറോബിക് റെസ്പിറേഷൻ, വായുസഹിത ശ്വാസമെടുപ്പും എയറോബിക് റെസ്പിറേഷൻ ആകുന്നു. കോശങ്ങൾ ഊർജ്ജമുത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കോശശ്വാസമെടുപ്പ്. ഓക്സിജന്റെ സാന്നിധ്യത്തെ അടിസ്ഥാനമാക്കി ഇത് പ്രധാനമായും വായുസഹിതം, വായുരഹിതം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ജീവികളുടെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമാണ്. വായുരഹിത ശ്വാസമെടുപ്പിന്റെ അനേറോബിക് റെസ്പിറേഷൻ സവിശേഷതകൾ എന്തൊക്കെയാണ്? വായുരഹിത ശ്വാസമെടുപ്പ് ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്നു. ഇത് ഭക്ഷണപദാർത്ഥങ്ങളുടെ അപൂർണമായ ഓക്സീകരണത്തെ ഉൾക്കൊള്ളുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, ഈഥൈൽ ആൽക്കഹോൾ, ലാക്റ്റിക് ആസിഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുകയും കുറഞ്ഞ ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്സിജൻ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ കോശങ്ങൾ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഗ്ലൂക്കോസ് പോലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ പൂർണ്ണമായി വിഘടിക്കാതെയുള്ള ഈ പ്രക്രിയയിലൂടെ താരതമ്യേന കുറഞ്ഞ ഊർജ്ജം മാത്രമേ ഉത്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ഫാക്കൽറ്റേറ്റീവ് അനറോബുകൾ, ഫാക്കൽറ്റേറ്റീവ് അനറോബ്സ് എന്നാൽ എന്താണ്? ഫാക്കൽറ്റേറ്റീവ് അനറോബുകൾ സാധാരണ സാഹചര്യങ്ങളിൽ വായുസഹിത ശ്വാസമെടുപ്പിലൂടെ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന ജീവികളാണ്. എന്നാൽ ഓക്സിജന്റെ അഭാവത്തിലും ശ്വാസമെടുപ്പിലൂടെ ഊർജ്ജം ഉത്പാദിപ്പിച്ച് അതിജീവിക്കാൻ അവയ്ക്ക് കഴിയും. ഈ വിഭാഗത്തിലുള്ള ജീവികൾക്ക് ഓക്സിജൻ ഉള്ളപ്പോൾ വായുസഹിത ശ്വാസമെടുപ്പ് നടത്താനും ഓക്സിജൻ ഇല്ലാത്തപ്പോൾ വായുരഹിത ശ്വാസമെടുപ്പിലേക്ക് മാറാനും സാധിക്കുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഊർജ്ജോൽപാദന രീതി മാറ്റാൻ കഴിവുള്ളവയാണിവ. നിർബന്ധിത അനറോബുകൾ, ഒബ്ലിഗേറ്റ് അനറോബ്സ് എന്നാൽ എന്താണ്? നിർബന്ധിത അനറോബുകൾക്ക് വായുരഹിത ശ്വാസമെടുപ്പിലൂടെ മാത്രമേ അതിജീവിക്കാൻ കഴിയൂ. അതായത് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ അവയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഈ ജീവികൾക്ക് ഓക്സിജൻ ഒരു വിഷവസ്തുവായിരിക്കും. അതിനാൽ ഓക്സിജൻ ഇല്ലാത്ത ചുറ്റുപാടുകളിൽ മാത്രമേ അവയ്ക്ക് വളരാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഓക്സിജനുള്ള അന്തരീക്ഷം അവയെ നശിപ്പിക്കുന്നു. വായുസഹിത ശ്വാസമെടുപ്പിന്റെ എയറോബിക് റെസ്പിറേഷൻ സവിശേഷതകൾ എന്തൊക്കെയാണ്? വായുസഹിത ശ്വാസമെടുപ്പ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ഇത് ഭക്ഷണപദാർത്ഥങ്ങളുടെ, ഉദാഹരണത്തിന് ഗ്ലൂക്കോസ്, കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമായി പൂർണ്ണമായ ഓക്സീകരണത്തെ ഉൾക്കൊള്ളുന്നു. കൂടാതെ വലിയ അളവിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. മിക്ക സസ്യങ്ങളിലും മൃഗങ്ങളിലും കാണപ്പെടുന്ന സാധാരണ കോശശ്വാസമെടുപ്പ് രീതിയാണിത്. ഓക്സിജന്റെ സഹായത്തോടെ ഭക്ഷണപദാർത്ഥങ്ങൾ പൂർണ്ണമായി വിഘടിപ്പിച്ച് ഉയർന്ന അളവിൽ ATP ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നു. വായുസഹിത കോശശ്വാസമെടുപ്പിന്റെ പ്രധാന 3 ഘട്ടങ്ങൾ ഏവ? പ്രധാന 3 ഘട്ടങ്ങൾ ഗ്ലൈക്കോളിസിസ്, ക്രബ്സ് സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് മെക്കാനിസം വഴിയുള്ള ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നിവയാണ്. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് കോശങ്ങൾ ഓക്സിജന്റെ സഹായത്തോടെ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് ATP ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നത്. ഊർജ്ജോൽപാദനത്തിന്റെ കാര്യക്ഷമത ഈ ഘട്ടങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഗ്ലൈക്കോളിസിസിന്റെ പ്രധാന സവിശേഷതകളും ഉൽപ്പന്നങ്ങളും എന്തൊക്കെയാണ്? EMP പാത, EMP പാത്വേ എന്നും അറിയപ്പെടുന്ന ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ, സൈറ്റോപ്ലാസം നടക്കുന്നു. ഓക്സിജന്റെ അഭാവത്തിലും ഇത് സംഭവിക്കാം. ഇത് ഒരു ഗ്ലൂക്കോസ് തന്മാത്രയെ 2 പൈറൂവിക് ആസിഡ് തന്മാത്രകളാക്കി മാറ്റുകയും 2 ATP
തന്മാത്രകളുടെ അറ്റലാപം നൽകുകയും ചെയ്യുന്നു. കോശശ്വാസമെടുപ്പിന്റെ ആദ്യഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. ഓക്സിജന്റെ സാന്നിധ്യമോ അഭാവമോ പരിഗണിക്കാതെ എല്ലാ ജീവജാലങ്ങളിലും ഇത് സംഭവിക്കുന്നു. ഗ്ലൂക്കോസ് വിഘടനത്തിന്റെ പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ക്രബ്സ് സൈക്കിൾ വിവരിച്ചത് ആരാണ്? ഇത് മറ്റ് ഏതു പേരുകളിൽ അറിയപ്പെടുന്നു? 1937 സർ ഹാൻസ് അഡോൾഫ് ക്രബ്സ് ആണ് ക്രബ്സ് സൈക്കിൾ വിവരിച്ചത്. ഇത് സിട്രിക് ആസിഡ് സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ട്രൈകാർബോക്സിലിക് ആസിഡ് TCA സൈക്കിൾ എന്നും അറിയപ്പെടുന്നു. ക്രബ്സ് സൈക്കിൾ കോശശ്വാസമെടുപ്പിന്റെ ഒരു പ്രധാന ഘട്ടമാണ്. ഈ കണ്ടെത്തലിന് സർ ഹാൻസ് അഡോൾഫ് ക്രബ്സിന് നോബൽ സമ്മാനം ലഭിച്ചു. മിത്രോകോൺട്രിയയിലെ മാട്രിക്സിലാണ് ഇത് നടക്കുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എവിടെയാണ് നടക്കുന്നത്? അതിന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം മിത്രോകോൺട്രിയയുടെ ആന്തരിക പ്രതലത്തിലെ മെംബ്രേൻ ക്രിസ്റ്റേ കണികകളിൽ നടക്കുന്നു. നാദ് പോലുള്ള ഉയർന്ന ഊർജ്ജ സംയുക്തങ്ങളുടെ ഓക്സീകരണത്തിലൂടെ ഊർജ്ജം ഉത്പാദിപ്പിക്കുകയും പരമാവധി ATP തന്മാത്രകൾ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ധർമ്മം. കോശശ്വാസമെടുപ്പിലെ ഏറ്റവും കൂടുതൽ ATP ഉത്പാദിപ്പിക്കുന്ന ഘട്ടമാണിത്. ഇത് ഒരു ഇലക്ട്രോൺ പ്രവാഹത്തിലൂടെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കുകയും അതുവഴി ATP സിന്തേസ് എൻസൈമിന്റെ സഹായത്തോടെ ഊർജ്ജം ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ആരോഗ്യമുള്ള ഒരു മുതിർന്ന മനുഷ്യന്റെ സാധാരണ ശ്വാസമെടുപ്പ് നിരക്ക് എത്രയാണ്? ആരോഗ്യമുള്ള ഒരു മുതിർന്ന മനുഷ്യന്റെ സാധാരണ ശ്വാസമെടുപ്പ് നിരക്ക് ഏകദേശം മിനിറ്റിൽ 12 മുതൽ 15 വരെ തവണയാണ്. ഈ നിരക്ക് വിശ്രമാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ശ്വാസമെടുപ്പിനെ സൂചിപ്പിക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾ, വികാരങ്ങൾ, രോഗങ്ങൾ എന്നിവ ഈ നിരക്കിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ഒരു സൂചകമാണിത്. ഒരു ആരോഗ്യമുള്ള മനുഷ്യനിൽ ഒരു ഹൃദയചക്രത്തിന്റെ ഏകദേശ ദൈർഘ്യം എത്രയാണ്? ഒരു ആരോഗ്യമുള്ള മനുഷ്യനിൽ ഹൃദയചക്രത്തിന്റെ ദൈർഘ്യം 0.8 സെക്കൻഡാണ്. ഹൃദയചക്രം എന്നത് ഒരു ഹൃദയമിടിപ്പിന്റെ തുടക്കം മുതൽ അടുത്ത മിടിപ്പിന്റെ തുടക്കം വരെയുള്ള സമയമാണ്. ഇതിൽ സിസ്റ്റോൾ ഹൃദയം ചുരുങ്ങുന്നത് 0.3 സെക്കൻഡും ഡയസ്റ്റോൾ ഹൃദയം വികസിക്കുന്നത് 0.5 സെക്കൻഡും ഉൾപ്പെടുന്നു. അങ്ങനെ ആകെ 0.8 സെക്കൻഡ് വരുന്നു. ശരീരകോശങ്ങളിൽ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയുടെ പൂർണ്ണ വായുസഹിത ഓക്സീകരണത്തിൽ നിന്ന് സാധാരണയായി എത്ര ATP തന്മാത്രകളാണ് ലഭിക്കുന്നത്? ഒരു ഗ്ലൂക്കോസ് തന്മാത്രയുടെ ജൈവിക ഓക്സീകരണത്തിൽ നിന്ന് സാധാരണയായി 38 ATP തന്മാത്രകളുടെ അറ്റലാപം ലഭിക്കുന്നു. ഗ്ലൂക്കോസിന്റെ പൂർണ്ണ വായുസഹിത ഓക്സീകരണം വഴി ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് സെല്ലുലാർ റെസ്പിറ്റേഷൻ. ഗ്ലൈക്കോളിസിസ്, ക്രബ്സ് സൈക്കിൾ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നിവയിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് സാധാരണയായി 38 ATP തന്മാത്രകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഏത് കോശങ്ങളിലാണ് ഗ്ലൂക്കോസിന്റെ വായുസഹിത ഓക്സീകരണം 38 ATPക്ക് പകരം 36 ATP തന്മാത്രകളുടെ അറ്റലാപം നൽകുന്നത്? ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ഷട്ടിൽ പ്രവർത്തിക്കുന്ന കോശങ്ങളിൽ, ഉദാഹരണത്തിന് സ്ട്രയേറ്റഡ് പേശികൾ, തലച്ചോറിലെ കോശങ്ങൾ 36 ATP തന്മാത്രകളുടെ അറ്റലാപം ലഭിക്കുന്നു. ഗ്ലൈക്കോളിസിസ് വഴി രൂപപ്പെടുന്ന നാദ് മൈറ്റോകോൺട്രിയയിലേക്ക് പ്രവേശിക്കാൻ ഷട്ടിൽ സംവിധാനങ്ങൾ ആവശ്യമാണ്. ഗ്ലിസറോൾ 3 ഫോസ്ഫേറ്റ് ഷട്ടിൽ പ്രവർത്തിക്കുന്ന കോശങ്ങളിൽ നാദ് ഇലക്ട്രോണുകൾ FADH2 യിലേക്ക് മാറ്റപ്പെടുന്നു. ഇത് 2 ATP കുറവിന് കാരണമാകുന്നു. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ സമയത്ത് ഒരു നാദ് തന്മാത്രയിൽ നിന്നും ഒരു FADH2 തന്മാത്രയിൽ നിന്നും യഥാക്രമം എത്ര ATP തന്മാത്രകളാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്? ഒരു നാദ് തന്മാത്ര 3 ATP തന്മാത്രകളും ഒരു FADH2 തന്മാത്ര 2 ATP തന്മാത്രകളും ഉത്പാദിപ്പിക്കുന്നു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ശൃംഖലയുടെ ഭാഗമാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. നാദ്, FADH2 എന്നിവ ഊർജ്ജവാഹകരായി പ്രവർത്തിക്കുകയും അവയുടെ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ATP സിന്തസിസ് നടക്കുന്നു. ഓരോ നാദിനും 3 ATPയും ഓരോ FADH2നും 2 ATPയും ലഭിക്കുന്നു. എക്സോക്രൈൻ ഗ്രന്ഥികൾ എന്നാൽ എന്താണ്? ഉദാഹരണങ്ങൾ നൽകുക. എക്സോക്രൈൻ ഗ്രന്ഥികൾ എന്നത് കുഴലുകളുള്ള ഗ്രന്ഥികളാണ്. അവയുടെ കോശങ്ങൾ പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുകയും അനുബന്ധ എപ്പിത്തീലിയൽ പാളിയുടെ ഉപരിതലത്തിലേക്ക് പുറത്തുവിടുകയും ചെയ്യുന്നു. പാൽ ഗ്രന്ഥികൾ, വിയർപ്പ് ഗ്രന്ഥികൾ, കണ്ണുനീർ ഗ്രന്ഥികൾ, മ്യൂക്കസ് ഗ്രന്ഥികൾ, ഉമിനീർ ഗ്രന്ഥികൾ എന്നിവ ഉദാഹരണങ്ങളാണ്.
എക്സോക്രൈൻ ഗ്രന്ഥികൾ അവയുടെ സ്രവങ്ങൾ ഒരു പ്രത്യേക കുഴലിലൂടെ ശരീരത്തിന്റെ ഒരു ഉപരിതലത്തിലേക്കോ ഒരു അവയവത്തിന്റെ ഉൾഭാഗത്തേക്കോ പുറത്തുവിടുന്നു. ദഹനം, ലൂബ്രിക്കേഷൻ, ശരീരതാപനില നിയന്ത്രിക്കൽ തുടങ്ങിയ നിരവധി ശാരീരിക പ്രവർത്തനങ്ങളിൽ ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. ബ്ലൂ ബേബി സിൻഡ്രോം, ഹെമോഗ്ലോബിനീമിയ ഉണ്ടാകാൻ കാരണം എന്താണ്? കുടിവെള്ളത്തിലെ അമിതമായ നൈട്രേറ്റ്. ബ്ലൂ ബേബി സിൻഡ്രോം, ഹെമോഗ്ലോബിനീമിയ എന്നും അറിയപ്പെടുന്നു. കുടിവെള്ളത്തിലെ അമിതമായ നൈട്രേറ്റ് ശരീരത്തിലെ ഹീമോഗ്ലോബിനെ ഹെമോഗ്ലോബിൻ ആക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണ്. ഇത് രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറയ്ക്കുകയും ചർമ്മത്തിന് നീല നിറം നൽകുകയും ചെയ്യുന്നു. ശിശുക്കളിലാണ് ഈ അവസ്ഥ കൂടുതലായി കാണപ്പെടുന്നത്. വൈദ്യശാസ്ത്രത്തിൽ ഇന്റർഫെറോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വൈറൽ അണുബാധകളിൽ പ്രതിരോധവും രോഗനിവാരണത്തിനുമുള്ള മരുന്നായി. ഇന്റർഫെറോണുകൾ വൈറസ് ബാധിച്ച കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ്. ഇവ മറ്റ് കോശങ്ങളെ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അതിനാൽ വൈറൽ അണുബാധകൾക്കെതിരായ പ്രതിരോധത്തിലും ചികിത്സയിലും ഇവ ഉപയോഗിക്കപ്പെടുന്നു. ടെറ്റനസ് എന്ന രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റാനി. ടെറ്റനസ്, ലോബ്ജോർ എന്നും അറിയപ്പെടുന്നു. ക്ലോസ്ട്രീഡിയം ടെറ്റാനി എന്ന ബാക്ടീരിയ ഉത്പാദിപ്പിക്കുന്ന ഒരു വിഷവസ്തു മൂലമുണ്ടാകുന്ന ഗുരുതരമായ അണുബാധയാണ്. ഇത് പേശിവലിവിലേക്കും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിലേക്കും നയിച്ചേക്കാം. മണ്ണിലും മൃഗങ്ങളുടെ മലത്തിലും ഈ ബാക്ടീരിയ കാണപ്പെടുന്നു. ടൈഫോയിഡ് പനിയുണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? അത് പ്രധാനമായും ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? സാൽമൊണല്ല ടൈഫി പ്രധാനമായും കുടലിനെയാണ് ബാധിക്കുന്നത്. സാൽമൊണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് പനിക്ക് കാരണം. ഇത് സാധാരണയായി മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് പടരുന്നത്. കുടലിലാണ് ഇത് പ്രധാനമായും അണുബാധയുണ്ടാക്കുന്നത്. പിന്നീട് രക്തത്തിൽ കലർന്ന് മറ്റ് അവയവങ്ങളെയും ബാധിക്കാം. കോളറയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് കോളറ എന്ന രോഗത്തിന് കാരണം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഇത് സാധാരണയായി പടരുന്നത്. ഈ ബാക്ടീരിയ ഉത്പാദിപ്പിക്കുന്ന വിഷവസ്തു ശരീരത്തിൽ നിന്ന് അമിതമായി വെള്ളവും ലവണങ്ങളും നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. ന്യൂമോണിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? അത് പ്രധാനമായും ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ പ്രധാനമായും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ബാക്ടീരിയയാണ് ന്യൂമോണിയക്ക് കാരണമാകുന്ന ഒരു പ്രധാന രോഗാണു. ഇത് ശ്വാസകോശത്തിലെ വായു അറകളെ ആൽവിയോളായി ബാധിക്കുകയും ദ്രാവകം നിറയാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ചുമ, പനി, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ക്ഷയരോഗത്തിന് ടി.ബി കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് ടി.ബി കാരണമാകുന്നത്. ഇത് സാധാരണയായി ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ, നട്ടെല്ല്, തലച്ചോറ് തുടങ്ങിയ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെയും ബാധിക്കാം. ചുമയിലൂടെയും തുമ്മലിലൂടെയും വായുവിലൂടെയാണ് ഇത് പകരുന്നത്. പ്ലേഗിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? യെർസീനിയ പെസ്റ്റിസ്. യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ് പ്ലേഗ് എന്ന രോഗത്തിന് കാരണം. ഇത് സാധാരണയായി എലികളിൽ നിന്നും മറ്റ് ചെറിയ സസ്തനികളിൽ നിന്നും മനുഷ്യരിലേക്ക് ഈച്ചകൾ, ഫ്ലീ ബൈറ്റ്സ് വഴി പകരുന്നു. പ്ലേഗിന് ബുബോണിക്, സെപ്റ്റിസെമിക്, ന്യൂമോണിക് എന്നിങ്ങനെ വിവിധ രൂപങ്ങളുണ്ട്. ഡിഫ്തീരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? കോറിനെബാക്ടീരിയം ഡിഫ്തീരിയെ. കോറിനെബാക്ടീരിയം ഡിഫ്തീരിയെ എന്ന ബാക്ടീരിയയാണ് ഡിഫ്തീരിയ എന്ന ഗുരുതരമായ അണുബാധയ്ക്ക് കാരണം. ഇത് സാധാരണയായി തൊണ്ടയിലും മൂക്കിലുമാണ് ബാധിക്കുന്നത്. ഒരു വിഷവസ്തു ഉത്പാദിപ്പിക്കുകയും ചെയ്യും. ഈ വിഷവസ്തു ഹൃദയം, നാഡീവ്യൂഹം എന്നിവയെ ബാധിക്കുകയും ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യാം. വില്ലൻ ചുമയ്ക്ക് പട്ടാസിസ് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ബോർഡെറ്റെല്ല പെർട്ടുസിസ്. ബോർഡെറ്റെല്ല പെർട്ടുസിസ് എന്ന ബാക്ടീരിയയാണ് വില്ലൻ ചുമ അഥവാ പെർട്ടുസിസ് എന്ന ശ്വാസകോശരോഗത്തിന് കാരണം. ഇത് വളരെ പകർച്ചവ്യാധിയാണ്, പ്രത്യേകിച്ചും കുട്ടികളിൽ ഗുരുതരമായേക്കാം. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശക്തമായ ചുമയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? അത് ശരീരത്തിലെ ഏതു വ്യവസ്ഥയെയാണ് ബാധിക്കുന്നത്? HIV പ്രതിരോധശേഷി വ്യവസ്ഥയെ, ഇമ്മ്യൂൺ സിസ്റ്റം.
എയ്ഡ്സ് മനുഷ്യന്റെ വ്യവസ്ഥയെ തകർക്കുന്ന ഒരു രോഗമാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് HIV ആണ് ഇതിന് കാരണം. ഈ വൈറസ് ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങളെ നശിപ്പിക്കുകയും അണുബാധകൾക്കും ചിലതരം അർബുദങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പോളിയോയ്ക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? പോളിയോ വൈറസ്. പോളിയോ ഒരു മാരകമായ രോഗമാണ്. ഇത് പോളിയോ വൈറസ് എന്ന വൈറസ് മൂലമുണ്ടാകുന്നു. ഇത് പ്രധാനമായും നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. തളർച്ചയ്ക്കും മരണത്തിനും വരെ കാരണമാകാമെങ്കിലും വാക്സിനേഷൻ വഴി ഈ രോഗം ലോകത്തുനിന്ന് ഏതാണ്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വസൂരിക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? വരിയോല വൈറസ്. വസൂരി എന്നത് വരിയോല വൈറസ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയായിരുന്നു. പനി, ശരീരത്തിൽ കുമിളകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. 1980-ൽ ലോകാരോഗ്യ സംഘടന വസൂരിയെ ലോകത്തുനിന്ന് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഇത് വാക്സിൻ ചരിത്രത്തിലെ ഒരു വലിയ വിജയമാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? വാരിസെല്ല വൈറസ്. ചിക്കൻ പോക്സ് എന്നത് വാരിസെല്ല സോസ്റ്റർ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു സാധാരണ പകർച്ചവ്യാധിയാണ്. ശരീരം മുഴുവൻ ചൊറിച്ചിലുള്ള കുമിളകൾ, പനി, ക്ഷീണം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. സാധാരണയായി കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത്. വാക്സിനേഷൻ ഇതിനെ തടയാൻ സഹായിക്കും. പേവിഷബാധയ്ക്ക് റാബീസ് കാരണമാകുന്ന വൈറസ് ഏതാണ്? റാബ്ഡോ വൈറസ്. പേവിഷബാധ റേബീസ് റാബ്ഡോ വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസ് മൂലമുണ്ടാകുന്ന മാരകമായ അസുഖമാണ്. സാധാരണയായി രോഗം ബാധിച്ച മൃഗങ്ങളുടെ കടിയേറ്റാൽ ഇത് മനുഷ്യരിലേക്ക് പകരുന്നു. തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ബാധിക്കുന്ന ഈ രോഗം സമയബന്ധിതമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണകാരണമാവാം. ഹെപ്പറ്റൈറ്റിസ് ബി കാരണമാകുന്ന വൈറസ് ഏതാണ്? അത് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. ഇത് കരളിനെ ബാധിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് HBV കരളിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു അണുബാധയാണ്. ഇത് കരൾ വീക്കം, സിറോസിസ്, കരൾ അർബുദം എന്നിവയ്ക്ക് കാരണമാവാം. രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയുമാണ് ഇത് പ്രധാനമായും പകരുന്നത്. ഇതിനെതിരെ ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്. വയറിളക്കത്തിന്റെ ഒരു രൂപമായ അമീബിയാസിസിന് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്? എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക എന്ന പ്രോട്ടോസോവയാണ് അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണം. ഇത് സാധാരണയായി കുടലിനെ ബാധിക്കുകയും വയറുവേദന, വയറിളക്കം, മലത്തിൽ രക്തം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. ശുചിത്വമില്ലാത്ത വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ അണുബാധ പകരുന്നത്. സ്ലീപ്പിംഗ് സിക്നസ് എന്ന രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവൻ പരാന്നഭോജി ഏതാണ്? ട്രൈപനോസോമ എന്ന പ്രോട്ടോസോവൻ പരാന്നഭോജിയാണ് ആഫ്രിക്കൻ ട്രൈപനോസോമിയാസിസ് അഥവാ സ്ലീപ്പിംഗ് സിക്നസ് എന്ന രോഗത്തിന് കാരണം. സെറ്റ്സെ ഈച്ച, ഫ്ലൈ കടിച്ചാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത്. ഇത് പനി, തലവേദന, സന്ധിവേദന, ഒടുവിൽ ഉറക്കമില്ലായ്മ, കോമ എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഗ്ലോക്കോമ അല്ലെങ്കിൽ ട്രാക്കോമ എന്നിവ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ്. ഗ്ലോക്കോമയും ട്രാക്കോമയും കണ്ണുകളെ ബാധിക്കുന്ന ഗുരുതരമായ രോഗങ്ങളാണ്. ഗ്ലോക്കോമ കണ്ണിന്റെ ഉള്ളിലെ മർദ്ദം കൂടുന്നതുമൂലം കാഴ്ച ഞരമ്പിന് കേടുപാടുകൾ വരുത്തി കാഴ്ച നഷ്ടപ്പെടുത്തുന്നു. ട്രാക്കോമ എന്നത് ഒരു ബാക്ടീരിയൽ അണുബാധയാണ്. ഇത് കണ്ണിന്റെ കൺജങ്ക്റ്റീവയെ ബാധിച്ച് അന്ധതയിലേക്ക് നയിച്ചേക്കാം. അർബുദ ചികിത്സയ്ക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതി ഏതാണ്? കീമോതെറാപ്പി എന്നത് അർബുദ ചികിത്സയ്ക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അർബുദ കോശങ്ങളെ നശിപ്പിക്കാൻ മരുന്നുകൾ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണിത്. റേഡിയേഷൻ തെറാപ്പി, ശസ്ത്രക്രിയ, ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങിയ മറ്റ് ചികിത്സാ രീതികളും അർബുദത്തിനെതിരെ ഉപയോഗിക്കാറുണ്ട്. സാസ് എന്ന ചുരുക്കെഴുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. സാസ് എന്നത് ഒരുതരം വൈറൽ ശ്വാസകോശ രോഗമാണ്. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2002-ൽ ചൈനയിലാണ്. കൊറോണ വൈറസ് കുടുംബത്തിലെ ഒരു പുതിയ ഇനമാണ് ഇതിന് കാരണം.
രോഗം ബാധിച്ചവരിൽ പനി, ചുമ, ശ്വാസംമുട്ട് തുടങ്ങിയ ഗുരുതരമായ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. മലേറിയക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്? ഇത് ശരീരത്തിലെ ഏത് അവയവങ്ങളെയാണ് ബാധിക്കുന്നത്? പ്ലാസ്മോഡിയം. ഇത് ചുവന്ന രക്താണുക്കളെയും RBC പ്ലീഹയെയും ബാധിക്കുന്നു. പ്ലാസ്മോഡിയം എന്ന ഏകകോശജീവിയാണ് മലേറിയക്ക് കാരണം. ഈ രോഗം പ്രധാനമായും ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും പ്ലീഹയെ ബാധിക്കുകയും ചെയ്യുന്നു. അനോഫിലസ് കൊതുകുകളാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത്. കാല അസറിന് വിസറൽ ലീഷ്മാനിയാസിസ് കാരണമാകുന്ന പ്രോട്ടോസോവ ഏതാണ്? ലീഷ്മാനിയ ഡൊണോവാനി, ലീഷ്മേനിയ ഡൊണവാനി. ലീഷ്മാനിയ ഡൊണോവാനി എന്ന പ്രോട്ടോസോവയാണ് കാല അസർ എന്ന രോഗത്തിന് കാരണമാകുന്നത്. വിസറൽ ലീഷ്മാനിയാസിസ് എന്നും ഇതറിയപ്പെടുന്നു. മണൽ ഈച്ചകൾ, സാൻഡ്ഫ്ലൈസ് വഴിയാണ് ഈ രോഗം പ്രധാനമായും പകരുന്നത്. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. ഇത് ആധുനിക ആന്റിബയോട്ടിക്കുകളുടെ യുഗത്തിന് തുടക്കം കുറിച്ചു. ബാക്ടീരിയൽ അണുബാധകളെ ചികിത്സിക്കുന്നതിൽ ഈ കണ്ടുപിടിത്തം വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. മലേറിയക്ക് കാരണമാകുന്നത് പ്ലാസ്മോഡിയം ആണെന്നും ഇത് പെൺ അനോഫിലസ് കൊതുകുകൾ വഴി പകരുന്നു എന്നും കണ്ടെത്തിയത് ആരാണ്? സർ റൊണാൾഡ് റോസ്. മലേറിയ രോഗത്തിന് കാരണം പ്ലാസ്മോഡിയം എന്ന ഏകകോശജീവിയാണെന്നും ഇത് പെൺ അനോഫിലസ് കൊതുകുകൾ വഴിയാണ് മനുഷ്യരിലേക്ക് പകരുന്നതെന്നും 1897 സർ റൊണാൾഡ് റോസ് കണ്ടെത്തി. ഈ കണ്ടുപിടിത്തത്തിന് അദ്ദേഹത്തിന് 1902 നോബൽ സമ്മാനം ലഭിച്ചു. മലേറിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ മക്കല്ലോക്ക്. 1827 ജോൺ മക്കല്ലോക്കാണ് മലേറിയ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ദുഷിച്ച വായു എന്ന അർത്ഥം വരുന്ന മാൽ, ബാഡ്, ആറിയ, എയർ എന്നീ ഇറ്റാലിയൻ വാക്കുകളിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത്. മനുഷ്യരിലെ രക്തത്തിൽ മലേറിയ പരാന്നഭോജിയായ പ്ലാസ്മോഡിയം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ലാവെറാൻ, ആൽഫോൻസ് ലാവെറാൻ. 1880 ഫ്രഞ്ച് സൈനിക ഡോക്ടറായ ആൽഫോൻസ് ലാവെറാൻ ആണ് മനുഷ്യരിലെ രക്തത്തിൽ മലേറിയ പരാന്നഭോജിയായ പ്ലാസ്മോഡിയത്തെ ആദ്യമായി കണ്ടെത്തിയത്. മലേറിയയുടെ കാരണത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഇത് ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. അത്ലറ്റ്സ് ഫൂട്ടിന് കാരണമാകുന്ന ഫംഗസുകൾ ഏവ? ടീനിയ പെഡിസ്, ടിനിയ പെഡീസ്, ട്രൈക്കോഫൈറ്റൻ. ടീനിയ പെഡിസ്, ട്രൈക്കോഫൈറ്റൻ തുടങ്ങിയ ഡെർമാറ്റോഫൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ഫംഗസുകളാണ് അത്ലറ്റ്സ് ഫൂട്ടിന് കാരണം. ഇത് പ്രധാനമായും കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഉണ്ടാകുന്ന ഒരു ഫംഗസ് അണുബാധയാണ്. റിങ്ങോമിന് വട്ടച്ചൊറി കാരണമാകുന്ന ഫംഗസുകൾ ഏവ? ട്രൈക്കോഫൈറ്റൻ, മൈക്രോസ്പോറം. ട്രൈക്കോഫൈറ്റൻ, മൈക്രോസ്പോറം തുടങ്ങിയ ഡെർമാറ്റോഫൈറ്റ് ഫംഗസുകളാണ് റിങ്ങോം അഥവാ വട്ടച്ചൊറിക്ക് കാരണം. ഇത് ചർമ്മത്തിലും തലമുടിയിലും നഖങ്ങളിലും കാണപ്പെടുന്ന ഒരുതരം ഫംഗസ് അണുബാധയാണ്. മലേറിയ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ചില സാധാരണ മരുന്നുകൾ ഏതെല്ലാമാണ്? ക്ലോറോക്വിൻ, കാമോക്വിൻ, അമോഡിയാക്വിൻ. മലേറിയ ചികിത്സയ്ക്കായി ക്ലോറോക്വിൻ, അമോഡിയാക്വിൻ തുടങ്ങിയ ആന്റിമലേറിയൽ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. രോഗത്തിന്റെ തീവ്രതയും പ്രദേശത്തെ പ്രതിരോധശേഷിയും അനുസരിച്ച് ചികിത്സാരീതികൾ വ്യത്യാസപ്പെടാം. ഡെങ്കിപ്പനി വൈറസിന്റെ വാഹകരായ കൊതുകുകൾ ഏതെല്ലാം? ഈഡിസ് ഈജിപ്തി, ഈഡ്സ് ഈജിപ്റ്റി, ഈഡിസ് അൽബോബിക്ടസ്, ഈഡ്സ് ആൽബോപെക്ടസ്, ക്യൂലെക്സ് ഫാറ്റിഗ് കൊതുകുകൾ, ക്യൂലെക്സ് ഫറ്റീഗ് മസ്കീറ്റോസ്. ഡെങ്കിപ്പനി ഒരു വൈറൽ രോഗമാണ്. ഈഡിസ് ഈജിപ്തി, ഈഡിസ് അൽബോബിക്ടസ് എന്നീ കൊതുകുകളാണ് പ്രധാനമായും ഇത് പരത്തുന്നത്. ഈ കൊതുകുകൾ പകൽ സമയത്താണ് സാധാരണയായി കടിക്കുന്നത്. ഡെങ്കിപ്പനി സാധാരണയായി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രേക്ക്ബോൺ ഫീവർ. ഡെങ്കിപ്പനി കടുത്ത പേശിവേദനയ്ക്കും സന്ധിവേദനയ്ക്കും കാരണമാകാറുണ്ട്. അസ്ഥികൾ ഒടിയുന്നതുപോലെയുള്ള വേദന അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഇതിനെ ബ്രേക്ക്ബോൺ ഫീവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഡെങ്കിപ്പനി ബാധിച്ച രോഗികളിൽ ഏത് രക്തകോശത്തിന്റെ എണ്ണമാണ് കുറയുന്നത്? പ്ലേറ്റ്ലെറ്റ്സ്. ഡെങ്കിപ്പനി രോഗികളിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നത് ഗുരുതരമായ അവസ്ഥയാണ്. ഇത് ആന്തരിക രക്തസ്രാവത്തിനും മറ്റ് സങ്കീർണതകൾക്കും കാരണമാവാം. അതിനാൽ ശരിയായ വൈദ്യസഹായം ആവശ്യമാണ്.
പ്ലാസ്മോഡിയം വൈവാക്സ് ഏത് രണ്ട് ആതിഥേയരിലാണ് അതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്? മനുഷ്യരിലും അനോഫിലസ് പെൺകൊതുകുകളിലും. മലേറിയ രോഗത്തിന് കാരണമാകുന്ന ഒരു പരാദമാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. ഇത് മനുഷ്യന്റെയും അനോഫിലസ് പെൺകൊതുകിന്റെയും ശരീരത്തിൽ മാറി മാറി ജീവിച്ചാണ് അതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. മനുഷ്യശരീരത്തിൽ പ്ലാസ്മോഡിയം വൈവാക്സ് പ്രധാനമായും ഒരു അണുജീവിയായി എൻഡോപാരസൈറ്റ് എവിടെയാണ് ജീവിക്കുന്നത്? ചുവന്ന രക്താണുക്കളിലും കരൾ കോശങ്ങളിലും. പ്ലാസ്മോഡിയം വൈവാക്സ് ആദ്യം കരൾ കോശങ്ങളിൽ പ്രവേശിച്ച് പെരുകുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ ബാധിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് മലേറിയയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ബി.എം.ഡി ടെസ്റ്റ് എന്ത് തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത്? ഓസ്റ്റിയോപൊറോസിസ് രോഗം. ബി.എം.ഡി ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് എല്ലുകളുടെ സാന്ദ്രത അളക്കുന്നതിനുള്ള ഒരു പരിശോധനയാണ്. ഇത് ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം തിരിച്ചറിയാനും എല്ലുകളുടെ ബലഹീന കണ്ടെത്താനും സഹായിക്കുന്നു. ഇതായി രോഗത്തിന് കാരണം എന്താണ്? കാഡ്മിയം വിഷബാധ. കാഡ്മിയം എന്ന ലോഹം മണ്ണിലും വെള്ളത്തിലും കലർന്ന് മനുഷ്യശരീരത്തിൽ പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന വിഷബാധയാണ് ഇതായി രോഗത്തിന് കാരണം. ഇത് എല്ലുകളെയും വൃക്കകളെയും ബാധിക്കുന്ന ഗുരുതരമായ ആരോഗ്യപ്രശ്നമാണ്. ഫിനൈൽ കീറ്റോണൂറിയ എന്ന പാരമ്പര്യ രോഗം ഏത് അമിനോ ആസിഡിനെ വിഘടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഉണ്ടാകുന്നതാണ്? ഫിനൈലാലനീൻ. ഫിനൈൽ കെറ്റോണൂറിയ ഒരു അപൂർവ പാരമ്പര്യ രോഗമാണ്. ഈ അവസ്ഥയിൽ ശരീരത്തിന് ഫിനൈലലാനിൻ എന്ന അമിനോ ആസിഡിനെ വിഘടിപ്പിക്കാൻ സാധിക്കാതെ വരികയും അത് തലച്ചോറിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു. ഡിഫ്തീരിയ, വില്ലൻ ചുമ, പെർട്ടസസ്, ടെറ്റനസ് എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വാക്സിൻ ഏതാണ്? DPT വാക്സിൻ. DPT വാക്സിൻ ഈ 3 രോഗങ്ങൾക്കെതിരെയും പ്രതിരോധശേഷി നൽകുന്നു. ഇത് കുട്ടികളിൽ സാധാരണയായി നൽകുന്ന ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ്. ക്ഷയരോഗം TB തടയാൻ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ. BCG ബസിലസ് കാൽമാറ്റ് ഗെറൻ വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ പ്രതിരോധശേഷി നൽകുന്നു. പ്രത്യേകിച്ച് കുട്ടികളിൽ ഗുരുതരമായ രൂപത്തിലുള്ള ക്ഷയരോഗം തടയാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. ക്ഷയരോഗം തടയുന്നതിനായി BCG വാക്സിൻ സാധാരണയായി എപ്പോഴാണ് നൽകുന്നത്? ജനിച്ചയുടൻ. BCG ബാസിലസ് കാൽമെറ്റ് ഗ്യൂറിൻ വാക്സിൻ സാധാരണയായി നവജാത ശിശുക്കൾക്ക് ജനിച്ച് ഉടൻ തന്നെ ക്ഷയരോഗം TB തടയുന്നതിനായി നൽകുന്നു. ഇത് ലോകമെമ്പാടുമുള്ള TB നിയന്ത്രണ പരിപാടികളുടെ ഒരു പ്രധാന ഭാഗമാണ്, പ്രത്യേകിച്ച് ഉയർന്ന രോഗവ്യാപനമുള്ള പ്രദേശങ്ങളിൽ. പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ഗുരുതരമായ TB രോഗങ്ങൾ തടയാൻ ഇത് സഹായിക്കുന്നു. മുണ്ടിനീര് ഒരു ബാക്ടീരിയൽ രോഗമാണോ അതോ വൈറൽ രോഗമാണോ? ഒരു വൈറൽ രോഗം. മുണ്ടിനീര് മംസ് എന്നത് പാരാമിക്സ് വൈറസ് മൂലമുണ്ടാകുന്ന ഒരു വൈറൽ രോഗമാണ്. ഇത് സാധാരണയായി ഉമിനീർ ഗ്രന്ഥികളെ, പ്രത്യേകിച്ച് പരോട്ടിഡ് ഗ്രന്ഥികളെ ബാധിക്കുകയും അവ വീർക്കുകയും ചെയ്യും. MMR വാക്സിൻ വഴി ഈ രോഗത്തെ തടയാൻ കഴിയും. മുണ്ടിനീര് വരുമ്പോൾ പ്രധാനമായും ബാധിക്കപ്പെടുകയും വീർക്കുകയും ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? പരോട്ടിഡ് ഗ്രന്ഥി. മുണ്ടിനീര് മംസ് എന്ന രോഗത്തിൽ പ്രധാനമായും ബാധിക്കപ്പെടുന്നത് ചെവിയുടെ താഴെയും താടിയെല്ലിന് മുന്നിലുമായി കാണുന്ന പരോട്ടിഡ് ഗ്രന്ഥികളാണ്, പരോട്ടഡ് ഗ്ലാൻഡ്. ഈ ഗ്രന്ഥികൾ വീങ്ങുന്നത് രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ്. ഈ ഗ്രന്ഥികൾ ഉമിനീർ ഉത്പാദിപ്പിക്കുന്നവയാണ്. ഹൃദയമിടിപ്പിന്റെയും നാഡിമിടിപ്പ് സംവിധാനത്തിന്റെയും ശരിയായ പ്രവർത്തനത്തിന് ഏത് ധാതുവാണ് നിർണായകം? പൊട്ടാസ്യം. ശരീരത്തിലെ കോശങ്ങൾക്കും ദ്രാവകങ്ങൾക്കും അത്യാവശ്യമായ ഒരു ഇലക്ട്രോലൈറ്റാണ് പൊട്ടാസ്യം. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നതിലും നാഡീപ്രേരണകൾ കൈമാറുന്നതിലും പേശികളുടെ സങ്കോചങ്ങളിലും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പൊട്ടാസ്യത്തിന്റെ അളവിലുള്ള വ്യതിയാനങ്ങൾ ഗുരുതരമായ ആരോഗ്യപ്രശ്നങ്ങൾക്ക് കാരണമാകും. ഹൃദയാഘാതം തടയുന്നതിനും ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിഭാഗം ഏതാണ്? ബീറ്റാ ബ്ലോക്കേഴ്സ് ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും രക്തക്കുഴലുകളെ വിശ്രമിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഉയർന്ന രക്തസമ്മർദ്ദം, ആൻജീന, ഹൃദയാഘാതം എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നു.
ഇവ അഡ്രിനാലിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ തടയുന്നു. ഹൃദയസംബന്ധമായ പല രോഗങ്ങൾക്കും ഇവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. മുഴകൾ, ട്യൂമേഴ്സ് കണ്ടെത്താൻ ഏത് റേഡിയോ ഐസോടോപ്പാണ് ഉപയോഗിക്കുന്നത്? ആർസെനിക് 74. മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ ആർസെനിക് 74, ആസ്നക് 74 എന്ന റേഡിയോ ഐസോടോപ്പ് ചിലതരം മുഴകൾ കണ്ടെത്താൻ ഉപയോഗിക്കാറുണ്ട്. ഇതിന് ബീറ്റാ പൊസിട്രോൺ എമിഷൻ സ്വഭാവമുള്ളതിനാൽ PET പെറ്റ് സ്കാനിംഗിൽ ഇത് സഹായകമാകും. രോഗനിർണയത്തിനുള്ള ഒരു ട്രേസറായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. രക്തചംക്രമണ വ്യവസ്ഥയിലെ രക്തക്കട്ടകൾ, ബ്ലഡ് ക്ലോട്ട്സ് കണ്ടെത്താൻ ഏത് റേഡിയോ ഐസോടോപ്പാണ് ഉപയോഗിക്കുന്നത്? സോഡിയം 24. സോഡിയം 24 എന്ന റേഡിയോ ഐസോടോപ്പ് രക്തചംക്രമണ വ്യവസ്ഥയിലെ രക്തക്കട്ടകൾ കണ്ടെത്താൻ മെഡിക്കൽ ഇമേജിംഗിൽ ഉപയോഗിക്കുന്നു. ഇത് രക്തത്തിൽ കലർത്തിയ ശേഷം അതിന്റെ ചലനം നിരീക്ഷിച്ച് രക്തയോട്ടത്തിലെ തടസ്സങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ട്രേസറാണ് ഇത്. കാൻസർ ചികിത്സയ്ക്ക് ഏത് റേഡിയോ ഐസോടോപ്പുകളാണ് ഉപയോഗിക്കുന്നത്? കോബാൾട്ട് 60, ഗോൾഡ് 198. കാൻസർ ചികിത്സയിൽ റേഡിയേഷൻ തെറാപ്പിക്ക് കോബാൾട്ട് 60, ഗോൾഡ് 198 എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. കോബാൾട്ട് 60 ശക്തമായ ഗാമാ വികിരണം പുറത്തുവിട്ട് കാൻസർ കോശങ്ങളെ നശിപ്പിക്കുമ്പോൾ ഗോൾഡ് 198 ട്യൂമറുകളിൽ നേരിട്ട് കുത്തിവച്ച് ചികിത്സിക്കാൻ ഉപയോഗിക്കാം. ഇത് കാൻസർ കോശങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് നശിപ്പിക്കാൻ സഹായിക്കുന്നു. തൈറോയിഡ് രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഏത് റേഡിയോ ഐസോടോപ്പാണ് ഉപയോഗിക്കുന്നത്? അയഡിൻ 131. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുമായി അയഡിന് അഭേദ്യമായ ബന്ധമുണ്ട്. അയഡിൻ 131 എന്ന റേഡിയോ ഐസോടോപ്പ് തൈറോയിഡ് ഗ്രന്ഥിയാൽ ആഗിരണം ചെയ്യപ്പെടുകയും അവിടെ നിന്ന് പുറത്തുവിടുന്ന വികിരണം തൈറോയിഡ് കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് കാൻസർ എന്നിവയുടെ ചികിത്സയിൽ വളരെ ഫലപ്രദമാണ്. ജീവികളുടെ, സസ്യങ്ങളും മൃഗങ്ങളും അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഏത് റേഡിയോ ഐസോടോപ്പാണ് ഉപയോഗിക്കുന്നത്? കാർബൺ 14. കാർബൺ 14 എന്ന റേഡിയോ ഐസോടോപ്പ് പുരാവസ്തുശാസ്ത്രത്തിലും ഭൗമശാസ്ത്രത്തിലും ജീവികളുടെയും സസ്യങ്ങളുടെയും ഫോസിലുകളുടെയും പ്രായം നിർണ്ണയിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതിനെ കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നു. ഒരു ജീവി മരിച്ചതിനുശേഷം കാർബൺ 14ന്റെ അളവ് കുറയുന്ന നിരക്ക് അളന്നാണ് പ്രായം കണ്ടെത്തുന്നത്. ലുക്കീമിയയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോടോപ്പുകൾ ഏതെല്ലാം? റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് P32, കോബാൾട്ട് 60. ലുക്കീമിയ, രക്താർബുദം ചികിത്സയിൽ റേഡിയേഷൻ തെറാപ്പി ഒരു പ്രധാന ഘടകമാണ്. P32 ആന്തരിക റേഡിയേഷനായി ഉപയോഗിക്കുമ്പോൾ കോബാൾട്ട് 60 പുറമേ നിന്നുള്ള റേഡിയേഷൻ തെറാപ്പിക്ക് ടെലിതെറാപ്പി സാധാരണയായി ഉപയോഗിക്കുന്നു. ഇത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. മൂത്രത്തിൽ ഏത് പദാർത്ഥത്തിന്റെ സാന്നിധ്യമാണ് വൃക്കരോഗത്തിന്റെ സാധ്യതയെ സൂചിപ്പിക്കുന്നത്? അൽബുമിൻ. സാധാരണയായി വൃക്കകൾ അൽബുമിൻ പോലുള്ള വലിയ പ്രോട്ടീൻ തന്മാത്രകളെ മൂത്രത്തിലേക്ക് കടത്തിവിടില്ല. മൂത്രത്തിൽ അൽബുമിന്റെ സാന്നിധ്യം, അൽബുമിനൂറിയ, വൃക്കകളുടെ പ്രവർത്തനത്തിൽ തകരാറുണ്ടെന്നും കിഡ്നി രോഗത്തിന്റെ പ്രാഥമിക സൂചനയാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഹീമോഫീലിയ ഏത് തരത്തിലുള്ള ജനിതക രോഗമാണ്? ഒരു ലൈംഗിക ബന്ധിത ജനിതക രോഗം, എക്സ് ലിങ്ക് ജനറ്റിക് ഡിസീസ്. ഹീമോഫീലിയ എക്സ് ക്രോമോസോമുമായി ബന്ധപ്പെട്ട ഒരു ജനിതക രോഗമാണ്. ഇത് രക്തം കട്ടപിടിക്കുന്നതിനുള്ള പ്രോട്ടീനുകളുടെ അഭാവം മൂലം അമിത രക്തസ്രാവത്തിന് കാരണമാകുന്നു. ഇത് സാധാരണയായി പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത്. സ്ത്രീകൾ രോഗവാഹകരാകാനാണ് സാധ്യത കൂടുതൽ. ഹീമോഫീലിയ ഏത് സാധാരണ പേരിൽ അറിയപ്പെടുന്നു? ബ്ലീഡേഴ്സ് രോഗം, ബ്ലീഡേഴ്സ് ഡിസീസ്. രക്തം കട്ടപിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണം ചെറിയ മുറിവുകളിൽ നിന്നോ ചതവുകളിൽ നിന്നോ പോലും അമിതമായി രക്തസ്രാവമുണ്ടാകുന്നതുകൊണ്ടാണ് ഈ രോഗത്തെ ബ്ലീഡേഴ്സ് രോഗം എന്ന് വിളിക്കുന്നത്. രോഗിയുടെ ജീവിതത്തിലുടനീളം ഈ അവസ്ഥ നിലനിൽക്കുന്നു. വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് യൂറോപ്പിലെ രാജകുടുംബങ്ങളിൽ വ്യാപകമായിരുന്നതിനാൽ റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. വിക്ടോറിയ രാജ്ഞി ഹീമോഫീലിയയുടെ വാഹകയായിരുന്നു. ഇത് അവരുടെ മക്കളിലൂടെയും പേരക്കുട്ടികളിലൂടെയും യൂറോപ്പിലെ പല രാജകുടുംബങ്ങളിലേക്കും, പ്രത്യേകിച്ച് റഷ്യൻ, സ്പാനിഷ്, ജർമ്മൻ രാജകുടുംബങ്ങൾ വ്യാപിച്ചു.
ഈ ചരിത്രപരമായ ബന്ധം കാരണമാണ് ഇതിനെ റോയൽ ഡിസീസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഡൗൺ സിൻഡ്രോം ഏതുതരം വൈകല്യമാണ്? ഒരു ജനിതക വൈകല്യം. ഡൗൺ സിൻഡ്രോം എന്നത് കോശങ്ങളിലെ ക്രോമോസോമുകളുടെ എണ്ണത്തിലോ ഘടനയിലോ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമുണ്ടാകുന്ന ഒരു ജനിതക അവസ്ഥയാണ്. ഇത് വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെ ബാധിക്കുന്നു.